റിലീജിയൻ അല്ല, ഇതൊരു റിലേഷൻഷിപ്പാണ്. ദൈവത്തോടുള്ള ബന്ധമെന്ന് പറയുന്നത് മതപരമായ ഒരു ബന്ധമല്ല. ദൈവത്തോടുള്ള ബന്ധമെന്ന് പറയുന്നത് ആഴമേറിയ സ്നേഹമാണ്. ആ സ്നേഹം എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17, 18, 19 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സഭയ്ക്ക് വേണ്ടി, യേശുവിനെ അറിഞ്ഞ ജനതയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒക്കെ താൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഇങ്ങനെയാണ്: ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്തെ അറിവാനും. എല്ലാവരും ഒന്ന് വായ് തുറന്ന് പറഞ്ഞ് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാക്കുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളവും നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായിരുന്നു ആ പ്രാർത്ഥന? എന്തായിരുന്നു തിരുവെഴുത്തിൽ കാണുന്ന ആ പ്രാർത്ഥന? അത് മറ്റൊന്നല്ല. ഒന്ന്, നിങ്ങൾ കർത്താവിന്റെ സ്നേഹത്തിൽ വേരൂന്നുന്നവരായിരിക്കണം. ഡീപ്ലി റൂട്ടഡ് ആൻഡ് സെക്യൂർലി ഗ്രൗണ്ടഡ് ഇൻ ദ ലവ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ സ്നേഹത്തിൽ ായിരിക്കുന്ന, കർത്താവിന്റെ സ്നേഹത്തിൽ വേരൂന്നിയിരിക്കുന്ന അനുഭവം. മതത്തിലല്ല, മതാനുഷ്ഠാനങ്ങളിലല്ല, വ്യക്തികളിലല്ല, സംഘടനയിലല്ല, കമ്മിറ്റിയിലല്ല, കനാഞ്ചിയിലല്ല, കാശുകാരനിലല്ല, പദവിയിലല്ല, മക്കളിലല്ല, മനുഷ്യരിലല്ല, മാതാപിതാക്കളിലല്ല, കുടുംബ ബന്ധങ്ങളിലല്ല. ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നിയവരായി. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നിയവരായി. അപ്പോൾ തന്നെ നിങ്ങളുടെ ബുദ്ധിയെയും അറിവിനെയും പരിജ്ഞാനത്തെയും ഒക്കെ കവിയുന്ന ദൈവസ്നേഹത്തെ, ക്രിസ്തുവിലുള്ള സ്നേഹത്തെ നിങ്ങൾ അറിയണം. ഇന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ ആഗ്രഹവും എന്റെ പ്രാർത്ഥനയും പൗലോസിനെ പോലെ തന്നെയാ. കർത്താവേ, ഇന്ന് പകലിൽ മതമറിഞ്ഞവരുണ്ട്, സ്തോത്രം, കർമാചാരങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്, നിയമങ്ങളിൽ നിലനിൽക്കുന്നവരുണ്ട്, സ്തോത്രം, പാരമ്പര്യങ്ങളിൽ പെട്ടുപോയി പരാജയപ്പെട്ടവരുണ്ട്. അവരെല്ലാം പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ ഇന്ന് പകലിൽ പ്രാപ്തരാകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ആ പരിജ്ഞാനത്തെ, എന്റെ ബുദ്ധിയെ, എന്റെ നോളജിനെ, എന്റെ അറിവുകളെ കവിയുന്ന, എത്ര ശക്തമേറിയ പദ! എന്റെ പരിജ്ഞാനത്തെ, എന്റെ അറിവിനെ, എന്റെ കഴിവിനെ, എന്റെ ചിന്തകളെ ഇതുവരെ ഞാൻ ബൈബിൾ കോളേജിൽ നിന്നും, പള്ളിയിൽ നിന്നും, പാസ്റ്ററിൽ നിന്നും, മനുഷ്യരിൽ നിന്നും, മതത്തിൽ നിന്നും, ബെന്തിക്കോസിൽ നിന്നും, റിലീജിയസിൽ നിന്നും ഒക്കെ ഞാൻ പഠിച്ചു വെച്ച സകലത്തെയും മറിച്ചിട്ടുകൊണ്ട് എന്റെ അകത്ത് വെളിപ്പെട്ട് കവിഞ്ഞു വരുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാൻ എന്നെ പ്രാപ്തരാക്കുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളവും നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിനകത്തു നിന്നും ആത്മാവിൽ വെളിപ്പെട്ട ഈ പ്രാർത്ഥനയുടെ ആഴം തിരിച്ചറിയണമെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം. ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലേ? രക്ഷിക്കപ്പെടണം എന്ന് പകലിൽ. പെന്തിക്കോസിലായിരിക്കാം, രക്ഷിക്കപ്പെടണം എന്ന് പകലിൽ. സ്നാനപ്പെട്ട് പാസ്റ്ററെ അഭിഷേകം പ്രാപിച്ചു, നീ രക്ഷിക്കപ്പെടണം എന്ന് പകലിൽ. നീ രക്ഷിക്കപ്പെടണം. നീ യഥാർത്ഥമായി കർത്താവിന്റെ ക്രൂശിന്റെ ദർശനം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ സ്നേഹത്തിന്റെ ആഴം എന്തെന്നറിയാൻ നിനക്ക് കഴിയുകയും നിന്റെ കണ്ണിൽ ഈറനണിയുകയും ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ നിനക്കൊരു വികാരം ഉണ്ടാകില്ല. കാരണം ഈ സ്നേഹത്താലല്ല നീ പിടിക്കപ്പെട്ടത്. നീ പിടിക്കപ്പെട്ടത് മതത്തിന്റെ നിയമങ്ങളാല. സ്നേഹത്താലല്ല നീ പിടിക്കപ്പെട്ടത്. നീ പാരമ്പര്യത്തിൽ പിടിക്കപ്പെട്ടു. സ്നേഹത്താലല്ല പിടിക്കപ്പെട്ടത്. ഇങ്ങനെ കടന്നുപോയ ഒരു വകുപ്പിനകത്ത് നീയും അങ്ങ് പിടിക്കപ്പെട്ടു. നോ, ഇന്ന് പകൽ കർത്താവിന്റെ സ്നേഹത്തെ അറിയുന്നെങ്കിൽ അവരോട് ദൈവം പറയുന്നു, നിന്റെ നോളജുകളെ, നിന്റെ പരിജ്ഞാനത്തെ, നിന്റെ അറിവുകളെ ഒക്കെ കവിയുന്ന ഒന്ന്, വളരെ ഡീപ്പായ ഒന്ന് ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. What we are talking here is not any stipulations of a religion, but it is of a relationship. Not religion, but relationship. Ephesians 3:17-19,
Paul's profound prayer, which reveals this immeasurable, unfathomable love of God, that Christ may dwell in your hearts through faith, that you being rooted and grounded in love. You need to be rooted and grounded in love. It's not rooted in any human beings, not rooted in any of the abilities, not rooted in money, not rooted in skills, not rooted in abilities, not rooted in an organizational structure. One need to be deeply rooted in Christ, in Christ. And next, to comprehend with all saints the width and length and depth and height of the love. The unfathomable love means you cannot measure it. It's that deep, it's that high, it stretches so far and wide. And 19th verse, to know the love of Christ which passes all knowledge, that you may be filled with all this fullness of God. Not the knowledge which you gained right from your childhood, from your parents, from your education, from the organizational structure which a person is in, from the religion that a person is in. Not even the biblical knowledge a person has by reading back and forth the scriptures without understanding the spirit and love of Christ which is embedded in that. It's not that kind of a knowledge. Any knowledge which a person gain from his personal ability becomes nothing, becomes void in front of the tremendous love of God. And we need to understand this, and to that you need to be saved. If you cannot understand this, if you cannot hear this with the drenched eyes, then you need to be saved properly. You may be a member of a church, you may be a member of an organization, you have come to Christ by seeing something else. But if you have truly seen the cross of Christ, you cannot read and understand this without tears in your eyes. It's that profound. കർത്താവിന്റെ ദാസനെ, വിശ്വാസികളായ ചിലരോട്, ആമീൻ, പാരമ്പര്യമായി നിൽക്കുന്ന ചില വിശ്വാസികളായ ചിലരോട് താങ്കൾ അറിയിക്കൂ ഇന്ന് പകലിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെടാൻ. സ്നാനപ്പെട്ടെന്ന് പറയുന്നവർ, അഭിഷേകം പ്രാപിച്ചെന്ന് പറയുന്നവർ, സഭയുടെ ഏതാണ്ട് പരമോന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പലരും ദൈവപുരുഷനെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. ആഴമായി കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട ഒരുവനാണ് ആ ക്രൂശിന്റെ ദർശനമുണ്ടായി അവൻ രക്ഷയിലേക്ക് കടന്നു വരുന്നത്. യെസ്, പ്ലീസ്. Amen. I am asked by the pastor to proclaim that even though you may be a top person in an organizational structure, you may be the head of a church, no matter what person, what position you hold in religion, until and unless you come to the cross, until and unless you understand the unfathomable and the love of the Lord which is without any horizon, you cannot have any partaking in the love of the Lord and in the ministry of Christ. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് വസിക്കണം. അതിന് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വരം നൽകണം. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരാകണം. ആ സ്നേഹത്തിന്റെ വീതി, നീളം, ഉയരം, ആഴം എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ നിങ്ങൾ ഗ്രഹിക്കണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തു സ്നേഹത്തിൽ ദൈവത്തിന്റെ എല്ലാ നിറവോളവും നിങ്ങൾ നിറഞ്ഞു വരുമെങ്കിൽ 20ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. 21ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നു, സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്, നമ്മൾ എപ്പോഴും പറയുന്ന വചനമാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. എന്നാൽ ആര് ചോദിക്കുന്നതിലും ആര് നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്നതാണ് ദൈവശക്തി. ആരുടെ ചോദ്യങ്ങൾക്ക്, ആരുടെ നിലവുകൾക്ക് അത്ഭുതങ്ങളെ ചെയ്യുന്നതാണ് ഈ ദൈവശക്തി. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിൽ വേരൂന്നിയവർ, അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് ഗ്രഹിച്ചവർ, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തിൽ നിലകൊള്ളുന്നവർ. ഇന്ന് പകലിൽ പാരമ്പര്യത്തിൽ നിലകൊള്ളുന്നവരെ കുറിച്ചല്ല, കുറെ അറിവുകളിലും പുസ്തകത്തിന്റെ അറിവുകളിലും പഠനത്തിന്റെ അറിവുകളിലും നിലകൊള്ളുന്നവരെ കുറിച്ചല്ല. നിന്റെ സകല ബുദ്ധിയെയും കവിയുന്ന
വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലകൊള്ളുന്നവർ, അവർ വാ തുറന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, അവർ വാ തുറന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചാൽ, അവർ വാ തുറന്ന് ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ വേണ്ട, അവർ പ്രാർത്ഥിക്കുക പോലും വേണ്ട, അവർ ചിന്തിക്കുന്നത്, അവർ നനയ്ക്കുന്നത്, അവർ വിചാരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി നൽകുമെന്നാണ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. In verse 20 and 21, now to him who is able to do exceedingly abundantly above all that we ask or think, according to the power that works in us from generation to generation. Thanks. And this verse is a very famous and a popular verse, and everybody quotes this, that we will be given more than what we ask, abundantly above all that we think. But who is the person in question here who will be given such kind of an abundance, who will be given such kind of an answer from God? A person who is rooted in the love of Christ, a person who has understood an iota as some point of the length and breadth and the unfathomable love of Christ, a person who knows the love of Christ that passes all understanding. To such person, even when that person asks to the Lord, and as the pastor said, no need to kneel down and pray. Just when that person thinks of something, the Lord comes to answer that person in an exceeding level, in an abundant level, in an unfathomable level. That is the kind of relationship that a person has with God. It is with such a purpose. The last verse is given, to whom who is able to give far more exceedingly abundantly above all these that we ask or think. ആരുടെ മേളിലാണ് ഈ ശക്തി വ്യാപരിക്കുന്നത്? കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേളിൽ. ആരാണ് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി സ്വീകരിക്കുന്നത്? ക്രിസ്തുവിൽ വേരൂന്നി അവന്റെ സ്നേഹത്തിന്റെ ആഴത്തിലും വീതിയിലും ആ അളവുകളിലും ആഴമായി ഇറങ്ങി നിൽക്കുന്ന പരിജ്ഞാനത്തെ കവിയുന്ന ദൈവ സ്നേഹത്തിൽ നിലകൊള്ളുന്നവരാണ്. ഞാൻ ഇന്ന് ഈ മെസ്സേജ് കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മേളിൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കും. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? രണ്ട്, കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്ന, ജീവന് തുല്യമായി സ്നേഹിക്കുന്ന, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കുന്ന, ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് ആ സ്നേഹത്താൽ ജീവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ചോദിച്ചതിലും നിങ്ങൾ ചിന്തിച്ചതിലും, നനയ്ക്കുന്നു എന്ന് പറയുന്നത് ചിന്തിക്കുന്നതാണ്, നിങ്ങൾ ചോദിച്ചതിലും നിങ്ങൾ ചിന്തിക്കുന്നതിലും ആത്യന്തപരമായി. യൂട്യൂബിൽ എന്നെ കാണുന്നവർ, ഈ മെസ്സേജ് ഇപ്പൊ കേൾക്കാൻ ചെവി കൊണ്ട് കേട്ടോണ്ടിരിക്കുന്നവർ, ആമേനൊന്ന് വാ തുറന്ന് പറഞ്ഞ്, ഞാൻ ചോദിച്ചതിലും ഞാൻ ചിന്തിച്ചതിലും ആത്യന്തപരമായി. ഒന്നുകൂടെ പറഞ്ഞ്, ഞാൻ ചോദിച്ചതിലും ഞാൻ ചിന്തിച്ചതിലും അത്ഭുതപരമായി. ഒന്നുകൂടെ പറഞ്ഞ്, ഞാൻ ചോദിച്ചതിലും ഞാൻ ചിന്തിച്ചതിലും അത്ഭുതപരമായി എന്നിൽ പ്രവർത്തിപ്പാൻ എന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും. പറഞ്ഞേ, എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിക്ക് കഴിയും. എന്നാൽ ആ പരിശുദ്ധാത്മ ശക്തി നിങ്ങളിൽ വെളിപ്പെടുന്നതും നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിങ്ങളൊരു അത്ഭുതമായി തീരുന്നതും വേറെ ഒരു റീസണും കൊണ്ടല്ല, only because of his love. അവന്റെ സ്നേഹം, ആ സ്നേഹത്തിൽ നിങ്ങൾ റൂട്ടഡ് ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയ സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ആ ജനത്തോട് എന്തുവാ പൗലോസ് പറഞ്ഞേ? ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ. അപ്പോ പരസ്പര സ്നേഹം വർദ്ധിക്കണം. കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവർ, ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നവർ, ദൈവസ്നേഹം അനുഭവിച്ചവർ പരസ്പര സ്നേഹമുള്ളവരായിരിക്കണം. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കും. ഒന്ന് പറയാമോ വാ തുറന്ന്? എല്ലാരോടുമുള്ള സ്നേഹം. എന്റെ സഭക്കാരോട് മാത്രമല്ല, എന്റെ പാസ്റ്ററോട് മാത്രമല്ല, എന്റെ ആൾക്കാരോട് മാത്രമല്ല, എന്റെ കുടുംബക്കാരോട് മാത്രമല്ല, എന്നെ സ്നേഹിക്കുന്നവരോട് മാത്രമല്ല, എല്ലാവരോടുമുള്ള സ്നേഹം
വർദ്ധിപ്പിച്ച് കവിയുമാറാക്കും. ഫൈനാൻസിൽ ഒരു ഓവർഫ്ലോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവര്, അഭിഷേകത്തിൽ ഒരു ഓവർഫ്ലോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവര്, കർത്താവെ എൻ്റെ അഭിഷേകത്തിൽ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകണം, എൻ്റെ സാമ്പത്തികത്തിൽ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകണം, എൻ്റെ നന്മകളിൽ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ 2 കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ ഫൈനാൻസ് കവിഞ്ഞൊഴുകിയാൽ മാത്രം പോരാ, എൻ്റെ അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകിയാൽ മാത്രം പോരാ, എൻ്റെ അകത്ത് ദൈവസ്നേഹവും കവിഞ്ഞൊഴുകണം, എൻ്റെ അകത്ത് ദൈവസ്നേഹവും കവിയുമാറാക്കണം, എൻ്റെ അകത്ത് കർത്താവിന്റെ സ്നേഹവും വർദ്ധിച്ചു വരണം. കാര്യം എന്നറിയാമോ, ഈ തെസ്സലോനിക്ക സഭയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുന്നുണ്ട്. നമ്മളിപ്പോ വായിച്ചത് 1 തെസ്സലോനിക്കർ 3-ാം അധ്യായമല്ലേ, അതിന്റെ 4-ാം അധ്യായം ഒന്ന് എടുത്തേ. 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരപ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, കൂട്ടുവേലക്കാരെ സ്നേഹിക്കണം, അവരെ കരുതണം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം, ആ സ്നേഹത്തോട് ഇടപെടണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബൈബിൾ ക്ലാസ് എനിക്ക് തരേണ്ട കാര്യമില്ല, നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കതോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും നിങ്ങളത് ആചരിച്ചും, സ്തോത്രം, എന്നാ എഴുതിയിരിക്കുന്നേ, ആചരിച്ചും പോരുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ് സഹോദരപ്രീതിയെ കുറിച്ച്. തമ്മിൽ ഇപ്പൊ എല്ലാം നിങ്ങൾ ഏത് സഭായോഗവും ഓൺലൈനിൽ വെച്ച് നോക്കി, ഏത് കൺവെൻഷനും പോയി നോക്കി, എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. സ്നേഹം വേണം, ദൈവസ്നേഹം ഉണ്ടാകണം. ഇന്നും കേട്ടോണ്ടിരിക്കുക 2 ചെവിയും തുറന്ന്. ദൈവസ്നേഹം ഉണ്ടാകണം, ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ വേണം. പക്ഷെ തെസ്സലോനിക്ക സഭയുടെ ഒരു പ്രത്യേകത അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞത്, അവർ ദൈവസ്നേഹത്തിന്റെ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുത്തവർ മാത്രമല്ല, അവർ ദൈവസ്നേഹത്തെ കുറിച്ച് ഇങ്ങനെ കേട്ട് ഹല്ലേലൂയ ഗ്ലോറി വന്നേലിയോ എന്നോർത്ത് ഇങ്ങനെ കേട്ടോണ്ടിരുന്നവർ മാത്രമല്ല, ദൈവസ്നേഹത്തെ കുറിച്ച് അവർ സ്തോത്രം തിസീസ് എഴുതിയവർ മാത്രമല്ല, ദൈവസ്നേഹത്തെ കുറിച്ച് വാചാലരായവർ മാത്രമല്ല, ദൈവസ്നേഹത്തെ കുറിച്ചുള്ള മെസ്സേജ് അവര് കേൾക്കുകയും ആ ഉപദേശം പ്രാപിക്കുകയും കൂടാതെ മക്സിഡോണിയയിലും മക്കതോനിയയിലും എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും നിങ്ങളത് ആചരിച്ചും പോന്നല്ലോ. പ്രസംഗം കേട്ട ടീമുകൾ മാത്രമല്ല, അവര് കേട്ട പ്രസംഗം അനുസരിച്ചവരാ. ദൈവസ്നേഹത്തിന്റെ ബൈബിൾ ക്ലാസും കേട്ട് ആശീർവാദം പറഞ്ഞ് എഴുന്നേറ്റ് പോയവർ മാത്രമല്ല അവരെന്താണോ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് കേട്ടത്, അതവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നു, അതവർക്ക് പരസ്പരം ഉണ്ടായിരുന്നു, അതവരെ ആചരിച്ചു പോന്നിരുന്നു. ഇന്ന് പകലിൽ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റും? കാരണം ഈ തെസ്സലോനിയ സഭയെ കുറിച്ച് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാതെ അടുത്തതിലേക്ക് വരാൻ പറ്റില്ല. ഈ തെസ്സലോനിക്ക സഭയോട് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ അവരോട് പറയുന്നുണ്ട്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ എന്ന്. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, യൂട്യൂബിൽ കാണുന്നവർ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ എന്നാ വിളിച്ചത്. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവന് മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവന് മാത്രമേ സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഒരു വ്യക്തിക്ക് ആരോട് സ്നേഹമില്ലാതെ ഈർഷയും വിദ്വേഷവും പകയും സ്വാർത്ഥതയും ഞാനെന്ന ഭാവവുമായി നടക്കുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം, ആ വ്യക്തി കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടാൻ. 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, തെസ്സലോനിക്ക സഭയിലുള്ളവർ അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായിരുന്നു. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ സ്തോത്രം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ മാത്രമല്ല, അവർ പ്രതിസന്ധികളുടെ നടുവിലും സഭയ്ക്ക് മാതൃകയായിരുന്നു. അതിന്റെ 7-ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ മക്കതോനിയയിലും അഖായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ മാതൃകയായി തീർന്നു. ആ സഭ ഒരു മോഡൽ ചർച്ചായിരുന്നു. തെസ്സലോനിയ സഭ ഒരു മാതൃകാ സഭയായിരുന്നു. എന്തായിരുന്നു അവരുടെ മാതൃക? ദൈവസ്നേഹം. അവർ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നവരായിരുന്നു.
അവർ സ്നേഹത്തിൽ കവിഞ്ഞൊഴുകുന്നവരായിരുന്നു. അതും മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അവരെന്താണോ കേട്ടത്, അവരെന്താണോ പഠിച്ചത്, സ്തോത്രം, അവരോട് പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇനി ഒരു ലേഖനവും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങളെ ഇനി ഒരു ബൈബിൾ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. അന്യോന്യം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉപദേശം പ്രാപിച്ചതല്ലാതെ ബൈബിൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുക മാത്രമല്ല നിങ്ങൾ ചെയ്തത്, നിങ്ങളത് ആചരിച്ചും പോരുന്നല്ലോ, നിങ്ങളത് ചെയ്തും വരുന്നല്ലോ. അങ്ങനൊരു തലമുറയെ ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു തലമുറയെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. Praise the Lord. ആമേൻ. If you really love God, then the love of the Lord, if you have in your heart, if you are grounded in the love, then there always will be an outworking of power of God in you. The love of God is the result of the outworking of power inside of you. And if a person loves God, to that person the Lord will do exceedingly, abundantly, and above all what a person asks, if because you have that love. So the love of the Lord and the power of the Lord operative in a person is really mutually, it's related. Now, why we are asking, why because why we are asking the Lord, why the Lord is giving such an abundance to a person? It's not on any other grounds, it because of the love the Lord has for that person. Now in 1 Thessalonians 3:12 following, we read that we loved you. The apostles loved these people in Thessalonica, and the Thessalonians is loving that love to others. So that same love is supposed to be exhibited by any person who is having the love. So if you are asking for an overflow of the finances, if you are asking for an overflow of the anointing of the Lord upon you, if you are asking for any kind of abundance and prosperity in your life, the primary thing you need to understand is you need to first have the overflow of God's love. Only through that other overflows will come out of you. In 1 Thessalonians 4:9, it's saying, and brothers, concerning the brotherly love, you have no need of any coaching. That means you need not be taught by us that you should love. It's not that they went into some Bible classes to understand what is God's love. It was beyond that. They understood the love of God. They understood that from the apostles. They understood that from God. It is written there, God has even taught you how to love. And they did not stop there. They start loving. They start showing that love. That love was shown to all the Macedonians, and all the people in Macedonia came to know this love which was in them. They did not just attend the Bible classes of love, but they practically did the love, and that was famous all over the place. And God's love, they loved in the practical life, was important. And in 1 Thessalonians 1:4, you are loved by God. That is an important statement. That's a reason. That's the reason they were loved by the Lord, and that love outflowed from them, and that was famous in all the place. In 1:6, you became followers of us. That means they became role models for all the churches. If someone want to say that some people, there is a community, there is a group that loves God or loves people, they will suddenly point to this church at Thessalonica. They truly love God, and they became role models in that levels. Not role models in Bible classes, Bible studies, doctrines, not in all those things, but primarily they became models in love. In verse 7, model church in all Macedonia and Achaia. What was the model? The model was a model of love. So as the pastor said, the Lord is searching such a generation, a generation which is model for all people, showing the love, the true love of God exhibited and manifested through their words, deeds, and being a followers of God. Such a generation the Lord is seeking today. തെസ്സലോനിക്ക സഭയിലുള്ളവര് നമ്മുടെ ആൾക്കാർ സാധാരണ ചെയ്യുന്ന പോലെ, ഇന്ന് നല്ല പ്രസംഗമായിരുന്നു, ദൈവസ്നേഹത്തെ കുറിച്ചുള്ള മെസ്സേജ് ആയിരുന്നു എന്ന് പറഞ്ഞ് പ്രസംഗത്തിന് മാർക്കിട്ടിട്ട് പോകുന്നവരല്ലായിരുന്നു. അവർ കേട്ട ആ വചനത്തെ അവർ പ്രായോഗികമാക്കി.
പ്രായോഗികമാക്കിയെന്ന് മാത്രമല്ലെന്നേ, അവിടെ കവിഞ്ഞൊഴുകുന്ന ഒരു ദൈവസ്നേഹം ഉണ്ടായിരുന്നു, അവിടെ കവിഞ്ഞൊഴുകുന്ന ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം അന്വേഷിക്കുന്നത് അവനെ സ്നേഹിക്കുന്ന ഒരു തലമുറയാണ്, പരസ്പരം സ്നേഹമുള്ള ഒരു തലമുറയാണ്. ഞാൻ ഈ വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. പ്രധാന 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ നിങ്ങളോട് അറിയിപ്പാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. നമ്പർ 1, ദ ലവ് ഓഫ് ഗാഡ് ഈസ് അൺകണ്ടീഷണൽ. ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥകൾ കൂടാതെ ഉള്ളതാണ്. നമ്പർ 2, ഗോഡ്സ് ലവ് ഈസ് പേഴ്സണൽ. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. The third thing is God's love is accessible. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് എല്ലാവർക്കും വരാവുന്നതാണ്, അല്ലെങ്കിൽ അത് ആക്സസബിൾ ആണ്. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുവാൻ, ആ സ്നേഹത്തിലേക്ക് എല്ലാവർക്കും വരുവാൻ കഴിയും. ചേർന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? നമ്പർ 1, the love of God is unconditional. വ്യവസ്ഥകൾ കൂടാതെ നമ്മെ സ്നേഹിച്ച സ്നേഹം. ഹല്ലേലൂയ. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ. നമ്മൾ പാടാറുണ്ട്, ഏതൊരു അവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സൂക്ഷിക്കും നാഥനു നന്ദി. പാടാറില്ലേ? അളവുകളില്ലാത്ത സ്നേഹം, നിത്യസ്നേഹം. നമ്പർ 1, വ്യവസ്ഥകൾ കൂടാതെ നമ്മെ സ്നേഹിച്ച സ്നേഹം. The love of God is unconditional. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ചെറുപാടി അതിരുകളില്ലാത്ത, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നീ നകന്നാലും. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നീ നകന്നാലും. അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും, ഈ വരികൾ ശ്രദ്ധിച്ചോണം, യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. ഒരിക്കൽ കൂടെ പാടിയേ. ഏതൊരവസ്ഥയിലും, താങ്ക് യു ജീസസ്, യാതൊരു വ്യവസ്ഥകളും
നാഥനു നന്ദി. ഏതൊരവസ്ഥ ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. നിങ്ങൾ ഇന്ന് ഏതൊരവസ്ഥയിലായിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരുപക്ഷെ പാപത്തിന്റെ കുറ്റബോധം നിങ്ങൾക്കുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വന്നു കാണാം. ഒത്തിരി ഹൃദയഭാരം നിങ്ങൾക്ക് കാണാം. കുറ്റബോധങ്ങൾ കൊണ്ട് നിങ്ങൾ വീർപ്പ് മുട്ടുന്നുണ്ടാകാം. തലമുറകളെ ഓർത്തോ, കുടുംബത്തെ ഓർത്തോ, ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളെ ഓർത്തോ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. കർത്താവേ, നിനക്ക് എന്നെ വേണ്ടായോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ സ്നേഹിക്കുന്ന കർത്താവിനെ, ആ സ്നേഹം, the love of God is unconditional. ആ സ്നേഹം ഞാൻ കാണുന്നത് അല്ല, ഞാനത് വായിക്കുന്നത്, ഞാനത് ശ്രദ്ധിക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 5, റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6, 7, 8 വാക്യങ്ങളിലാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അഭക്തർക്ക് വേണ്ടി മരിച്ചു. വിശുദ്ധന്മാർക്ക് വേണ്ടി മരിച്ചെന്നല്ല, ഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി മരിക്കാൻ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ നിരപ്പ് വന്നെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനിൽ എത്രയധികം രക്ഷിക്കപ്പെടും. ഭക്തർക്ക് വേണ്ടി മരിച്ച ക്രിസ്തു. നീതിമാന് വേണ്ടി ഇവിടെ ആരെങ്കിലും അടികൊള്ളാനും മരിക്കാനും ഒക്കെ ചിലപ്പോൾ തുനിയായിരിക്കും. പക്ഷേ ഒരു പാപിക്ക് വേണ്ടി, ഒരു പരാജിതനു വേണ്ടി, ആരോരും ഇല്ലാത്തവന് വേണ്ടി, തകർന്നവന് വേണ്ടി, ലോകം തള്ളിയവന് വേണ്ടി, എല്ലാം നഷ്ടപ്പെട്ടവന് വേണ്ടി ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ചിലപ്പോൾ ഒരു കുഞ്ഞു വിരൽ പോലും അനക്കാൻ മടിക്കുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ട നിനക്ക് വേണ്ടി, തകർന്ന് തരിപ്പണമായ നിങ്ങൾക്കും എനിക്കും വേണ്ടി, ജീവിതത്തിൽ ഒരു പ്രതീക്ഷകളുമില്ലാതെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസാനത്തെ പായും പറന്നുപോയ അനുഭവത്തിൽ, ഭയത്തിന്റെ, നിരാശയുടെ, നെടുവീർപ്പുകളുടെ, വേദനകളുടെ അകത്ത് ആ കയത്തിൽ പെട്ടുപോയ എനിക്കും നിങ്ങൾക്കും വേണ്ടി ആരും നമ്മളെ രക്ഷിക്കാനില്ലാതിരുന്നപ്പോൾ, ആരും നമ്മളെ സഹായിക്കാനില്ലാതിരുന്നപ്പോൾ, ആരും നമ്മളെ കരുതാനില്ലാതിരുന്നപ്പോൾ, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ എന്താണ് ആ ക്രൂശിൽ കാണുന്നത് പ്രിയപ്പെട്ടവരെ? ദൈവം തനിക്ക് നമ്മളോടുള്ള, നിങ്ങളോടുള്ള സ്നേഹത്തെ അവൻ ക്രൂശിൽ പ്രകടമാക്കി. ഒന്ന് വാ തുറന്ന് പറയാമോ? ക്രൂശിൽ ഞാൻ ആ സ്നേഹത്തെ കണ്ടു, ആഴമാർന്ന സ്നേഹത്തെ കണ്ടു. പകരം എന്ത് നൽകും കർത്താവേ? കർത്താവിന്റെ ദാസൻ സാമുവൽ വിൽസൺ ചോദിച്ചു, പകരം എന്ത് നൽകും കർത്താവേ? ഹൃദയം പൂർണ്ണമായി നൽകും ഞാൻ. ആ സ്നേഹത്തിന്റെ മുൻപിൽ ഇന്ന് പകൽ എന്തുവാ പകരം കൊടുക്കാനുള്ളേ? ക്രൂശിൽ കണ്ടു സ്നേഹത്തെ, ആഴമാർന്ന നിൻ ആകാരത്തെ. ക്രൂശിൽ കണ്ടു പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി
ഇവിടെ 10ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ശത്രുക്കളായിരിക്കുമ്പോ തന്നെ, ഞാനും നിങ്ങളും ശത്രുക്കളായിരിക്കുമ്പം തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ നിരപ്പ് വന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പാപം ചെയ്ത് ലോകപ്രകാരം ജീവിച്ച കാലഘട്ടത്തിൽ ദൈവം നമ്മളെ സ്നേഹിച്ചെങ്കിൽ, നിരപ്പ് വന്ന ശേഷം, അവന്റെ രക്തത്താൽ നാം കഴുകപ്പെട്ട ശേഷം, വീണ്ടെടുപ്പ് പ്രാപിച്ച ശേഷം, നാം എത്രയധികം അവന്റെ ജീവനിൽ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ എത്രയധികം അവനാൽ നാം സ്നേഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, പാപികളായിരുന്ന എന്നെയും നിങ്ങളെയും, ലോകസ്നേഹികളായിരുന്ന എന്നെയും നിങ്ങളെയും ക്രൂശിൽ കർത്താവ് സ്നേഹിച്ചെങ്കിൽ, ആ സ്നേഹത്തെ പ്രകടമാക്കിയെങ്കിൽ, രക്ഷിക്കപ്പെട്ട നിങ്ങളോട്, അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട നിങ്ങളോട്, വീണ്ടെടുക്കപ്പെട്ട നിങ്ങളോട് കർത്താവ് പറയുന്നു, മോനെ മോളെ, ഇന്ന് ഇപ്പം എത്രയധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് അറിയാവോ? അന്ന് അത്രയും ഞാൻ സ്നേഹിച്ചെങ്കിൽ ഇന്ന് എത്രയധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ പ്രകടമാക്കിയ, പ്രദർശിപ്പിച്ച, വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ ആത്മക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് അവന് വേണ്ടി ആരാധിക്കുന്ന, പാടുന്ന പാട്ടിനാണ് ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. Now, 3 important things. Love of God is unconditional. Secondly, love of God is personal. Thirdly, love of God is accessible. First thing, the love of God is unconditional. When you are hearing this message, you may be stricken with guilt or pain or loss in your life, but the Lord can even The Lord says to you, when you are totally lost, the Lord has not forsaken you. You might have asked the Lord, God, even you have forsaken me. No, the Lord will never forsake. That love was manifested. That love was revealed on the cross. On the cross, that love was revealed. When was the love revealed? When was the love manifested on the cross? As we read in Romans chapter 5 verse 6, Christ manifested his love and he died on the cross even when we were ungodly. Verse 8, even when we were sinners. Verse 10, even when we were enemies. Nobody will ever raise a hand, even a little finger, for a person who is totally lost, who has nothing of his own. The Lord, but Jesus Christ, he died for a person when he was totally lost, and here Jesus manifested his love on the cross, and he reconciled even when we were in a worst condition, even when we were enemies, even when we were sinners, even when we were ungodly. And at the concluding of that verse in that pericope, Paul says like this, now how much more he will give, having been reconciled. You are not an enemy now. You are not an ungodly person now. You are no more a sinner now. You are his cherished child. So how much more you will understand, how much more he will reconcile, and seeing that love on the cross and bursting forth in praises, that is the real worship a person can give to God. The love of God is unconditional. അത് ഞാൻ 2 സംഭവത്തിലൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോവാം. 2 സംഭവം. നമ്പർ 1, ലൂക്ക് ചാപ്റ്റർ 15, ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം, അതിന്റെ 22, 23, 24 വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പീൻ, നാം തിന്ന് ആനന്ദിക്ക. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. ഇവിടെ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം എന്ന് പറയുന്നത് തന്നെ വേദപണ്ഡിതാക്കൾ വിശേഷിപ്പിക്കുന്നത് അത് സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണ്. കാരണം മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും യോഹന്നാൻ സുവിശേഷത്തിലും ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ചില ഉപമകൾ, സംഭവങ്ങൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം കാണാതെ പോയ 100 ആടുകളിൽ ഒന്നാണ്. 99നെയും മരുഭൂമിയിൽ നിർത്തിയിട്ട് കാണാതെ പോയ ഒന്നിനെ ഇടയൻ അന്വേഷിച്ച് കണ്ടെത്തുന്നു. കണ്ടെത്തിക്കഴിയുമ്പോൾ ചുമലിൽ എടുത്തുകൊണ്ട് വന്ന് സന്തോഷിക്കുന്നു. രണ്ടാമത്തെ വിഷയത്തിൽ ഒരു സഹോദരിയുടെ കയ്യിലുണ്ടായിരുന്ന 10 ചതുർദ്രഹ്മ നാണയത്തിൽ നിന്ന് 1 ദ്രഹ്മ നാണയം കാണാതെ പോയി. ഈ സഹോദരി
വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി ആ നഷ്ടപ്പെട്ട ദ്രഹ്മനാണയം കണ്ടു കിട്ടും വരെ അന്വേഷിക്കുന്നു. കണ്ടു കിട്ടിയപ്പോൾ സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ച് അവൾ സന്തോഷിക്കുന്നു. അവിടെയും ആദ്യത്തെ ഭാഗത്തും രണ്ടാമത്തെ ഭാഗത്തും എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു വാക്ക്, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ വലിയ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാട്ടിൽ കാണാതെ പോയ ആടും വീട്ടിൽ കാണാതെ പോയ ചതുർദ്രഹ്മ നാണയവും നാട്ടിൽ കാണാതെ പോയ മകനുമൊക്കെ ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്ന ഞാനും നിങ്ങളുമാണെന്നുള്ള സത്യം മറക്കരുത്. ചിലർക്ക് മറക്കരുതെന്ന് പറയേണ്ട കാര്യമില്ല. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവർക്ക് പാപത്തിന്റെ വഴികളിൽ നടന്ന് പാപത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ച് ദൈവകൃപയിൽ നിലനിർത്തിയവരോട് ഇതൊന്നും പറയേണ്ട ആവശ്യം പോലും വരുന്നില്ല. അവർക്കറിയാം, കർത്താവെ നീ ഇല്ലാമൽ നാളെല്ലാം നാളാകുമോ, നീ ഇല്ലാമൽ വാഴ്വെല്ലാം വാഴ്വാകുമോ എന്ന് പറയുന്നത് പോലെ, കർത്താവെ നീ ഇല്ലാത്ത ദിവസങ്ങൾ ഒരു ദിവസങ്ങളല്ല, നീ ഇല്ലാത്ത നാളുകൾ ഒരു നാളുകളല്ല, നീ ഇല്ലാത്ത ജീവിതം ഒരു ജീവിതമില്ല. യേശുവെ, നിന്നെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, നീ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ അങ്ങേ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, അങ്ങ് എന്നെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ഈ ഭൂമി പോലും കാണുകയില്ലായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാവോ പ്രിയപ്പെട്ടവരെ. Hallelujah. Blessed be the name of the Lord. ഈ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലെ ഒരു മകൻ, 2 പുത്രന്മാരുണ്ടായിരുന്നു ഈ അപ്പന്. അതിൽ ഇളയവൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അപ്പന്റെ എല്ലാ നന്മകളും അവൻ നഷ്ടപ്പെടുത്തി, മുടിച്ചു, നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ അവന്റെ ജീവിതത്തിൽ പരാജയങ്ങളും തകർച്ചകളും മാത്രം സംഭവിച്ചു. എന്നിട്ട് ബൈബിൾ പറയുന്നു 15 മുതലുള്ള വാക്യങ്ങളിൽ, അവൻ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ആശ്രയിച്ചു. അവന് മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു. സ്വർഗത്തിലെ അപ്പായുടെ അരികിൽ നിന്ന് അവൻ പോയതിനാൽ, ദൈവാശ്രയബോധം നഷ്ടപ്പെട്ടതിനാൽ മനുഷ്യനിൽ അവൻ ആശ്രയിക്കേണ്ടി വന്നു. അവൻ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. 17-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, അപ്പോൾ അവന് സുബോധം വന്നിട്ട്, എന്റെ അപ്പന്റെ കൂലിക്കാർ ഭക്ഷണം കഴിപ്പിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് എഴുന്നേറ്റിട്ട് അവൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. കണ്ടീഷൻസ് വെക്കുകയാണെങ്കിൽ, അപ്പൻ ഒരു കണ്ടീഷൻ വെക്കുകയാണെങ്കിൽ, അപ്പൻ ചില നിബന്ധനകൾ വെക്കുകയാണെങ്കിൽ, ആ നിബന്ധനകൾക്കകത്തൊന്നും എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ നിബന്ധനകളെല്ലാം ഞാൻ തെറ്റിച്ചിരിക്കുന്നു. എന്റെ അപ്പൻ വെച്ച എല്ലാ നിബന്ധനകളെയും ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അവിടുത്തെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് നിബന്ധനകളെല്ലാം ഞാൻ തകർത്തത് കൊണ്ട് അപ്പൻ ഒരു കണ്ടീഷണലാവുകയാണ് എന്നോട് കാണിച്ചതെങ്കിൽ ഇനി എന്നെ മകനായിട്ട് കൂട്ടണ്ട കേട്ടോ. കൂലിക്കാരിലൊരുത്തനായിട്ട്, വേലക്കാരിലൊരുത്തനായിട്ട് എന്നെ കൂട്ടിയാ മതി. ഇങ്ങനെ പറഞ്ഞിട്ട് അല്പം ഭയത്തോടെയും അല്പം ആശങ്കയോടെയും അവൻ അവിടുന്ന് എഴുന്നേറ്റ് അപ്പന്റെ വീട്ടിലേക്ക് പോകുമ്പോ, എല്ലാ ദിവസവും എൻ്റെ ഒരു കാഴ്ച കേട്ടോ, എല്ലാ ദിവസവും ആ വീടിന്റെ മട്ടുപ്പാവിൽ അതിന്റെ മുകളിൽ, അതിന്റെ ടെറസിൽ, അല്ലെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്ത്, അല്ലെങ്കിൽ വരുന്നവരെ കാണുവാൻ കഴിയുന്ന സ്ഥലത്ത് ഈ അപ്പൻ എല്ലാ സായങ്കാലത്തും നിന്ന് നോക്കും, എൻ്റെ മകൻ വരുന്നുണ്ടോ എന്ന്. എൻ്റെ മകൻ വരുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും ഈ അപ്പൻ നോക്കും. പക്ഷെ ഈ അപ്പനെ മറന്നിട്ടാണ് ഈ മകൻ യാത്ര ചെയ്തത്. എന്നാൽ ഈ അപ്പന്റെ ഭവനത്തിലേക്ക് ഈ മകൻ വരുന്ന കാഴ്ച അപ്പൻ ദൂരത്ത് നിന്ന് കണ്ടെന്ന. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വരുന്നെങ്കിൽ ആ അതിഥിയെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ആ അതിഥിയെ കാണാൻ കഴിയുള്ളൂ. അല്ലെ വന്നു കഴിഞ്ഞ് ബെല്ലടിക്കുമ്പോഴേ നിങ്ങൾ അറിയുള്ളൂ. കാത്തിരിക്കുന്നവന് മാത്രമേ വരുന്നവനെ കാണാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ മകൻ വരുന്നത് ദൂരത്ത് നിന്ന് ഈ അപ്പൻ കണ്ടെങ്കിൽ ഈ അപ്പൻ കാത്തിരിക്കുകയല്ലായിരുന്നോ? ഈ മോനെ വെയിറ്റ് ചെയ്യുകയല്ലായിരുന്നോ? ഇന്ന് പകലിൽ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന ആരെയൊക്കെയോ ഈ അപ്പ വെയിറ്റ് ചെയ്യുന്നു. ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്ന ആരെയൊക്കെയോ ഈ സ്വർഗത്തിലെ അപ്പൻ കാത്തിരിക്കുന്നു. ഞാൻ ആത്മാവിൽ നിന്ന് കണ്ടുകൊണ്ട് പറയട്ടെ, ചിലരെ എന്റെ ദൈവം വെയിറ്റ് ചെയ്യുന്നു. നീ നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴും, നീ തകർന്നെന്ന് പറയുമ്പോഴും, നിന്റെ ജീവിതം പരാജയപ്പെട്ടെന്ന് പറയുമ്പോഴും, എല്ലാം നശിച്ചെന്ന് പറയുമ്പോഴും ആ സ്നേഹം നിന്നെ കാത്തിരിക്കുന്നു.
മുഷിപ്പുകളില്ലാതെ മടുപ്പുകളില്ലാതെ ഈ സ്നേഹനിധിയായ അപ്പൻ നിന്നെ കാത്തിരിക്കുന്നു. അപ്പൻ എഴുന്നേറ്റ് അവന്റെ അടുക്കലേക്ക് പോയി. ബൈബിൾ പറയുന്നു, ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. നിങ്ങൾക്ക് ഇനി ഒരു സത്യം കേൾക്കണോ? യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു പിതാവിനെ ആക്ഷേപിച്ച് ഒരപ്പനെ തള്ളിക്കളഞ്ഞ് ആ അപ്പന്റെ സ്വത്തുവകകൾ എടുത്ത് അന്യദേശത്തേക്ക് പോയി വ്യഭിചാരവും ചെയ്ത് പാപവും ചെയ്ത് സകല തിന്മകളും ചെയ്തവൻ ഇനി ആ പട്ടണത്തിൽ കയറാൻ നാട്ടുകാർ സമ്മതിക്കുകയില്ല. ഇനി ആ പട്ടണത്തിൽ കയറിയാൽ അപ്പനല്ല കൈകാര്യം ചെയ്യുന്നേ. ഇനി ഇവൻ ഈ പട്ടണത്തിൽ കയറിയാൽ മറ്റാരുമല്ല കൈകാര്യം ചെയ്യുന്നേ, നാട്ടുകാരെ കൈകാര്യം ചെയ്യുന്നേ. കാരണം വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച സ്ത്രീയെ കൈകാര്യം ചെയ്യാൻ വന്നത് ചേട്ടത്തി അനിയത്തി ഒന്നും അല്ലല്ലോ, നാട്ടുകാരല്ലേ. നാട്ടുകാരാണ് കൈകാര്യം ചെയ്യുന്നത്, ദേശക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് പട്ടണവാതിക്കലോട് ഇവന് കയറാൻ പറ്റുകയില്ല. കേറിയാൽ നാട്ടുകാർ ഇവനെ കൈകാര്യം ചെയ്യും. കാരണം ഇവനൊരു അനിയനുണ്ട്, അല്ലെ ഒരു ചേട്ടനുണ്ട്. മൂത്തവൻ വയലിലായിരുന്ന ഇവനൊരു മൂത്ത ജ്യേഷ്ഠനുണ്ട്. അവനാണെങ്കിൽ ആ നാട് മൊത്തവും പറഞ്ഞു ഇവൻ പോയി നഷ്ടപ്പെട്ടു എന്നും ഇവൻ തകർന്നെന്നും അടിച്ചിറക്കാവുന്ന മുഴുവൻ ഐറ്റവും അവൻ അടിച്ചിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരാലും അവൻ വെറുക്കപ്പെട്ടിരുന്നു, എല്ലാവരാലും അവൻ തിരസ്കരിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ നിയമങ്ങൾ പോലും ആ പട്ടണത്തിൽ അവൻ കേറാൻ അവനെ അനുവദിക്കുന്നില്ല. അവനെ ആരെങ്കിലും കണ്ടാൽ അടിക്കാനും കലുപെറുക്കി എറിയാനും തീരുമാനം എടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരുത്തന് ഇവനെ തൊടാതെ സംരക്ഷിക്കുന്ന ഒരു കരം ഇവനെ കേറി പിടിച്ച് ഇവനെ വാരി പുണർന്നു നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആത്മാവിൽ കാണുന്നവരെ ഞാൻ നോക്കി പറയും, നീ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാ. നിനക്കത് മനസ്സിലാകും. ഞാൻ എന്തോ ഈ പ്രസംഗിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാകും കുഞ്ഞെ. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്താനും എല്ലാവരും നിന്നെ തകർത്ത് കളയാനും എല്ലാവരും നിനക്കെതിരെ അപവാദം പറയാനും എല്ലാവരും നിന്നെ തീർത്തു കളയാനും ഒറ്റക്കെട്ടായി ശ്രമിക്കുമ്പോൾ അവൻ ആയിരങ്ങൾ നിനക്ക് വിരോധമായി നിൽക്കുമ്പോൾ നീ കാണുന്നുണ്ടോ ഒരു കരം നിന്നെ വാരി പുണരുന്നത്? നീ കാണുന്നുണ്ടോ ഒരു കരം നിന്നെ ചേർത്ത് പിടിക്കുന്നത്? നീ കാണുന്നുണ്ടോ ഒരു കരം നിന്നെ സംരക്ഷിക്കുന്നത്? എന്നിട്ട് അപ്പൻ പറയുക തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. അൺകണ്ടീഷണൽ ലവ് അല്ലേ ഇവിടെ കാണുന്നേ? ആണോ അല്ലയോ? വ്യവസ്ഥകളില്ലാതെ പോയി കുളിച്ചിട്ട് വാ. നീ എവിടെ പോയിരുന്ന? വസ്ത്രം മാറിയിട്ട് പന്നിക്കൂട്ടിന്ന് വന്നല്ലേ? മുഷിഞ്ഞ വസ്ത്രമായിട്ട് വന്നല്ലേ? അഴുക്ക് പിടിച്ച വസ്ത്രവുമായി വന്നല്ലേ? അലഞ്ചു തിരിഞ്ഞിട്ട് വന്നല്ലേ? ദുർഗന്ധം വമിക്കുന്നവനെയും ചേർത്ത് പിടിക്കുന്ന ഒരു കൈയുണ്ട്. ദുർഗന്ധം വമിക്കുന്നവനെയും ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ട്. ആ കരമായ എന്റെ ദൈവത്തിന്റെ കരം, ആ കരമായ എന്റെ അപ്പാടെ കരം. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. നീ അപ്പം പറയുമ്പോഴേ അത് മാന്യതയുടെ അങ്കിയാ. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജോസഫ് വാർദ്ധക്യത്തിലെ തന്റെ മകനായതുകൊണ്ട് യാക്കോബ് അവന്റെ മക്കളിൽ ഏറ്റവും അധികം അവനെ സ്നേഹിച്ചത് കൊണ്ട് മേൽത്തരമായൊരു അങ്കി അവനെ ധരിപ്പിച്ചെന്ന്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ടവനുള്ളതാണ് ഈ അങ്കി, ഏറ്റവും കൂടുതൽ മാനിക്കപ്പെട്ടവനാണുള്ളത് ഈ അങ്കി. അങ്ങനെങ്കിൽ ഈ അപ്പൻ ഈ പുതപ്പ് ഇവനെ പുതപ്പിക്കുമ്പോൾ ആ പുതപ്പിന് ഞാനൊരു പേര് പറയുക, ദ ബ്ലാങ്കറ്റ് ഓഫ് ലവ്. സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട്, സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കടമെടുത്ത് പറയുക. നമ്മളൊക്കെ പലരും സ്നാനപ്പെട്ട് ഒരാൾ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പം ബെഡ്ഷീറ്റ് കൊണ്ടും തുണി കൊണ്ടും അവരെ പൊതിഞ്ഞിഞ്ഞ് കയറ്റി വിടും. ബെഡ്ഷീറ്റ് കൊണ്ടും തുണി കൊണ്ടും ആ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ആളിനെ പൊതിഞ്ഞിഞ്ഞ് കയറ്റി വിടും. പക്ഷേ പിന്നെ അവനോട് മിണ്ടിയില്ലേ മിണ്ടിയില്ല, കണ്ടാ കണ്ടു, കണ്ടില്ലേ കണ്ടില്ല. മക്കളെ, കർത്താവിലേക്ക് വന്നവരെയും വരാത്തവരെയും നീ പുതപ്പിക്കേണ്ടത്, നീ ഇങ്ങനെ കവർ ചെയ്ത് പിടിപ്പിക്കുന്നത് ഈ ലോകത്തിൽ ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ച ഏതെങ്കിലും ഒരു തുണി കൊണ്ട് മാത്രം ആകരുത്. അത് ആവശ്യമാണ്, അതുകൊണ്ട് മാത്രം ആകരുത്. സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട് അവരെ ഇങ്ങനെ കവർ ചെയ്ത് പിടിക്കണം. സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട് അവരെ കവർ ചെയ്ത് പിടിക്കണം. ഈ അപ്പൻ അതാ ചെയ്തേ. ആ മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിച്ചു. 2, വിശുദ്ധ ബൈബിളിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു സത്യം,
അവന്റെ കൈക്ക് മോതിരം ഇടിവിച്ചു. അത് അധികാരത്തെ കാണിക്കുന്നു. അവന്റെ കാലിന് ചെരുപ്പിടിയിച്ചു. അത് സമാധാന സുവിശേഷത്തെ കാണിക്കുന്നു. ഫൈനലി അതാണ് ഈ സന്ദേശത്തിന്റെ അൺകണ്ടീഷണൽ ലവിന്റെ പ്രധാന ഭാഗം. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുവീൻ, നാം തിന്നാനന്ദിക്കുക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ആനന്ദിച്ചു തുടങ്ങി. മേൽത്തരമായ ഒരു കാളക്കുട്ടി അവിടെ അറുക്കേണ്ടി വന്നു. ബ്രദർ, മൈ ബിലോഡ് പാസ്റ്റേഴ്സ്, യൂട്യൂബിൽ എന്നെ കാണുന്നവർ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ അപ്പന് ഈ മകനെ തിരിച്ചു പിടിക്കാൻ, ആ പഴയ സന്തോഷത്തിലേക്ക് ഇവനെ കൊണ്ടുവരാൻ അവിടെ ഒരു കാളക്കുട്ടിയെ അറുക്കേണ്ടി വന്നു. എന്നെയും നിങ്ങളെയും നിത്യതയുടെ സന്തോഷത്തിൽ എത്തിക്കാൻ, എന്നെയും നിങ്ങളെയും തിരിച്ചു പിടിക്കാൻ, എന്നെയും നിങ്ങളെ മക്കളാക്കാൻ, ഞാനും നിങ്ങളും ആനന്ദിക്കാൻ കാൽവറിയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. കാൽവറിയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഇതേ അപ്പൻ, ഇതേ പിതാവ് ആ കുഞ്ഞാടിനെ കാൽവറി തകർത്തപ്പോഴാ മാന്യതയുടെ അങ്കി എന്റെ മേളിൽ വീണത്. അധികാരത്തിന്റെ മോതിരം എന്റെ കയ്യിൽ വന്നത്, സുവിശേഷത്തിന്റെ ചെരുപ്പ് എന്റെ കാലിൽ അണിയിക്കപ്പെട്ടത്. ഇന്ന് പകൽ ആ സ്നേഹത്തിന്റെ മുമ്പിൽ എന്നാ പറയാനാ? ഹല്ലേലൂയ. പിന്മാറ്റത്തിൽ പോയവനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു കാളക്കുട്ടിയെ അപ്പൻ തകർത്തെങ്കിൽ, നശിച്ചുപോയ എന്നെ, തകർന്നുപോയ എന്നെ, പിന്മാറ്റത്തിൽ പോയ എന്നെയും നിന്നെയും തിരിച്ചു പിടിക്കാൻ കാൽവരി ക്രൂശിൽ ഒരു കുഞ്ഞാട് തകർക്കപ്പെട്ടു. ആ സ്നേഹത്തിൽ നിന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ പ്രിയപ്പെട്ടവരെ, ഒന്ന് സ്തോത്രം ചെയ്തേ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. മോനെന്റെ അടുത്ത് വന്നേ. ഈ അപ്പായെ കുറിച്ച് 2 വരി ഒന്ന് പാടാൻ പോവാ. കേവലം ഒരു പാട്ടല്ലത്. ഞാൻ ഒരുപാട് തവണ ഈ പാട്ട് കേട്ടു, ഒത്തിരി പ്രാവശ്യം ഈ പാട്ട് കേട്ടു, പലതവണ കേട്ടു. ആ സോങ് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. സഹോദരന്റെ കൂടെ ആ വരികളൊന്ന് കേൾക്കാൻ പോവാ. അൺകണ്ടീഷണൽ ലവ് കേട്ടോണ്ടിരിക്കുന്നവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ പാട്ട് ആസ്വദിക്കുകയല്ല നിങ്ങൾ വേണ്ടത്, നിങ്ങൾ അതിന്റെ വരികളൊന്ന് ശ്രദ്ധിക്കണം. അതിന്റെ വരികളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ആ വരിയും ഇന്നത്തെ മെസ്സേജും സെയിമാ. അപ്പനെന്റെ ആശ്രയമല്ലേ, അപ്പനെന്റെ കൂടെ അതില്ലേ, അപ്പനല്ലാതാരുമതില്ലേ, അപ്പനവൻ ക്രൂശിതനായി, അപ്പനെന്റെ രക്ഷകനായി, അപ്പനെന്റെ സ്നേഹിതനായി, അപ്പനെന്റെ ആശ്രയമല്ലേ, അപ്പനെന്റെ കൂടെ അതില്ലേ, അപ്പനല്ലാതാരുമതില്ലേ, അപ്പനവൻ ക്രൂശിതനായി, അപ്പനെന്റെ രക്ഷകനായി, അപ്പനെന്റെ സ്നേഹിതനായി, അപ്പനെന്റെ ആശ്രയമല്ലേ. സുഖമായ ഞാൻ പാപിയായി വീണുപോയി, പാപിയായോരെന്നെ നാഥൻ പ്രാണനോടു ചേർത്തതോ, ഈ
അപ്പനെന്റെ സ്നേഹിതനായി അപ്പനെന്റെ ആശ്രയമല്ലേ അപ്പനെന്റെ കൂടെ അതില്ലേ അപ്പനല്ലാതാരുമതില്ലേ അപ്പനവൻ ക്രൂശിതനായി അപ്പനെന്റെ രക്ഷകനായി അപ്പനെന്റെ സ്നേഹിതനായി. സഹോദരങ്ങളെ, ലോകസുഖമായിൽ ഞാൻ മുങ്ങിപ്പോയപ്പോഴും പാപിയായി ഞാൻ ജീവിച്ചപ്പോഴും എന്നെ കൈവിടാതെ അവിടുന്ന് എന്നെ തിരിച്ചു പിടിച്ച ഒരപ്പയുണ്ട്. ആ അപ്പനാണ് എൻ്റെ ആശ്രയം. ആ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ആ അപ്പനല്ലാതെ എനിക്ക് ആരുമില്ല. അവൻ എനിക്കായി ക്രൂശിതനായി, അവൻ എൻ്റെ രക്ഷകനായി, അവൻ എൻ്റെ സ്നേഹിതനായി. ഈ റെവലേഷനിൽ ജീവിക്കുന്നവരൊരു സ്തോത്രം ചെയ്തേ. In world famous parables, and as the pastor said, this is gospel inside the gospel, because we find unique material here which is related to the unfathomable and immeasurable love of God bestowed. You find the parable of the lost sheep which was lost in the jungles. We find the parable of the lost coin which was lost inside the home, and we find the parable of the lost son who went away from home, and we find our own exact picture. It's all these points to ourselves. We were actually lost, and after each of these parables, the gospel writer says, more joy is in heaven. And if, as we find, if God has not found us, we were lost, totally lost. We were away, alienated from God. But if God has not found us, we would not have been here to hear these words. Because of God, we are now here. Now, when you look at the lost son, he took force, all his inheritance by force, and he went away. And what he did was he squandered the wealth, and he was almost a pauper. He had nothing. He was in the pig stalls trying to eat the pig pods, and that was not given to him. At such kind of a time, he came back to his senses. He understood the supreme love of his father, how much delighted he was in the father's house, and how much far away he was from the father's home. And he resolved to move back, come back to the father. And he said, I will be going to my father, and I will be unconditionally submitting to the father. That means he has moved away beyond the confines of the sonship. Is he now, and he need to go back to the father unconditionally. He thought that his father may not welcome him, so he wanted himself to be treated like one of the servants. So he took the resolve, and he is moving back home. And the beautiful picture, unexpected scenes happen after that. As he is ambling across to the father's house, the father was seeing him from far away. That means he was waiting for the son every day, 24/7. This father was eagerly waiting for the son to come back. That's why from far he was coming, and this father was able to see same scenes in our case. If you have backslidden, if you have moved away from the Lord is eagerly waiting. The Lord is still in love. Though you have squandered the wealth, though you have moved away, though you are in a filthy condition, the Lord's unfathomable love is searching for you, waiting for you. And the father waited, and this waiting father saw this person without complaining. This father was waiting, and according, as the pastor said, according to the Jewish law, this man, this son is supposed to be stoned, because he was a rebellious son. He was a rebellious man, and a rebellious son can be stoned by the community. The same we find with the sinful woman, and this rebellious son is supposed to be stoned. So
this son, as he was coming, as he was nearing the gate, father ran to him. Why? To protect him. No one should, lay a hand on this man, this son. So he ran to him. He kissed him. He kissed him by his neck. And this hand, this lovable hand, is still waiting for a person who has moved away. Maybe his elder brother has said, or he has spread a bad news about this person. So the whole community was waiting for a glimpse of this person coming back. But this father ran to him, so unlikely of a Jewish custom. And the father did not give this returning son into the hands of all those community, but the father hugged and protected and took him back, and he kissed him. And you find an unconditional welcome, not just an unconditional love, but you find an unconditional welcome to the son. And the father didn't say, get cleansed and come back, you wash yourselves and get cleaned and come to me, I'll kiss. No, in the filthy and pity condition, he was coming back. The father went and hugged. The message here is a person returning to the Lord, though that person is in total dismal condition, though that person is in a filthy condition, as you are, come to the Lord, run to the Lord as you are. The Lord will take you, the Lord will hug you, the Lord will kiss you in whatever pathetic condition you are in. The next thing the father did was, the father gave the best robe. The best robe. The robe signifies a robe which is given to the most loved person. We find that with Joseph. Joseph was given a multi-layered robe. That means it shows the tremendous love and position that person has in that home. And a blanket of love, as the beloved pastor said, a blanket of love was that. It was not just a robe. It was not just a robe. It was a blanket of love. It was the blanket of love which was given to that person as he was returning back to the Lord. In baptism, as the pastor said, in baptism, we clothe people. We clothe people with bed sheets and then we ignore them. Whether they come to the church or not, we are not bothered. But what the Lord asks is, you need to clothe people, the community, the people around, with the love of the Lord, with the blanket of love. Next thing the father did, he gave the ring. That means authority. He said, I want just to become a slave. But the father gave him abounding, more than what he asked, more than what he thought. The father gave him a ring, the ring of authority. You are no longer a slave, you are a son. You are no longer a sinner, you are a son. He gave him sandals, the sandals of the gospel. Then he slaughtered a fattened calf. A slaughtering has happened. The Lord has paid a price. The Lord gave his only begotten son. He was slaughtered on the cross. It's on that basis we got this love. The Lord gave him the lovable blanket. The Lord gave him the ring of authority. The Lord gave him the sandals of gospel. The Lord slaughtered his own beloved son on the cross to take us back into the relationship with himself. ഞാൻ ദൈവവചനത്തിൽ കാണുന്നത് മുഴുവൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അപ്പായാണ്. ഈ ദൈവം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ജീവിച്ചോളൂ. എനിക്കറിയാവുന്നത് ഈ യേശുവിനെയാണ്. ഞാൻ വായിച്ചത് ഈ കർത്താവിനെ കുറിച്ചാണ്. എനിക്കറിയാവുന്നത് സ്നേഹിക്കുന്ന അപ്പായാണ്. വടിയും വാളുമായിട്ട് നിൽക്കുന്ന അപ്പായ എനിക്ക് അറിയത്തില്ല. കൊല്ലാൻ നിൽക്കുന്ന ദൈവത്തെ എനിക്ക് അറിയത്തില്ല. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചവനെ എനിക്കറിയാം. ഞാൻ തകരേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി തകർന്നവനെ എനിക്കറിയാം. ഞാൻ നിന്ദിക്കപ്പെടേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടവനെ എനിക്കറിയാം. ഞാൻ സേവിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ ആരാധിക്കുന്നതും മനുഷ്യരല്ല, എന്നെ അംഗീകരിച്ചതും ആ അപ്പായാണ്. എന്നെ അംഗീകരിച്ചത് ആ ദൈവമാണ്. ഞാൻ ഇതുപോലൊരു അൺകണ്ടീഷണൽ ലവ് ആണ് ഈ ലൂക്കോസ് 15 കണ്ടതുപോലെ. ഞാൻ ഒരു ഭാഗം കൂടെ ഒന്ന് തൊടാം. ഇതുപോലൊരു അൺകണ്ടീഷണൽ ലവ് ആണ് ഞാൻ കാണുന്നത് ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 8 യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ. അതിന്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ യേശു ഒലിവുമലയിലേക്ക് പോയി
അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നിരുന്നു. അവൻ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു? ഇത് അവനെ കുറ്റം ചുമത്തുവാൻ ചോദിച്ചതായിരുന്നു. താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമീൻ, സ്തോത്രം. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവൻ പറഞ്ഞു. പിന്നെ അവൻ കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അത് കണ്ടിട്ട് അവരുടെ മനസ്സാക്ഷിയുടെ ആക്ഷേപം ഏതുവായി മൂത്തവരും ഇളയവരും വിട്ടുപോയി. പാപിനിയായ സ്ത്രീയും കർത്താവും മാത്രം അവിടെ ശേഷിച്ചു. ഈ ഭാഗം നാം വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഒലിവുമലയിൽ യേശു കർത്താവ് ദേവാലയത്തിൽ ഇരിക്കുന്നു. ജനത്തിന് ദൈവത്തെ കാണാനും ജനത്തിന് ദൈവശബ്ദം കേൾക്കാനും ജനത്തിന് ദൈവത്തെ അനുഭവിക്കുവാനുമുള്ള ഇടമാണ് ആലയം. അന്നും ഇന്നും എന്നും അങ്ങനെ ആയിരിക്കണം. ജനത്തിന് ദൈവത്തെ കാണുവാൻ, ജനത്തിന് ദൈവത്തോട് സംസാരിപ്പാൻ, ദൈവത്തിന് ജനത്തോട് ഇടപെടുവാനുള്ള ഇടമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ഇവിടെയും ഈ ഒലിവുമലയിലുള്ള ആലയത്തിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനം യേശുവിനോട് സംസാരിക്കുന്നു, യേശു ജനത്തോട് സംസാരിക്കുന്നു. ജനം ദൈവത്തെ കാണുന്നു, ദൈവം ജനത്തെ കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിന്റെ നടുവിൽ സ്വയനീതിമാന്മാരെന്ന് പറയുന്നവർ, വലിയ ഭക്തന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചിലർ, വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചിരുന്നൊരു സ്ത്രീയെ കൊണ്ടുവന്ന് ആ ആലയത്തിന്റെ നടുവിൽ നിർത്തി. കാരണം യേശു കർത്താവ് ആ ആലയത്തിന്റെ നടുവിലായിരിക്കാം ഇരുന്നത്. അങ്ങനെയാണല്ലോ അവന്റെ വാഗ്ദത്തവും, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യേ ഞാനുണ്ട് എന്നല്ലേ. ആലയത്തിന്റെ നടുവിൽ അവളെ നിർത്തിയിട്ട് ആ സഹോദരിയെ വിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുകയാണ്. മോശയും ന്യായപ്രമാണവും ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. ഞങ്ങളുടെ കണ്ടീഷൻ അതാണ്. ഇവരറിയുന്നുണ്ടോ അൺകണ്ടീഷണൽ ലവിന്റെ മുൻപിലാണ് ഇവർ നിൽക്കുന്നതെന്ന്? ഇവരറിയുന്നുണ്ടോ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നവന്റെ അരികിലാണ് ഇവർ നിൽക്കുന്നതെന്ന്? ഇവർ ഒരുപാട് കണ്ടീഷനുകളുമായി, ഒരുപാട് നിയമങ്ങളുമായി, ഒരുപാട് ലോകളുമായി വന്നിരിക്കുക. ലോയുമായി നിൽക്കുന്ന ആമേൻ ഒരു കൂട്ടത്തെ നിങ്ങൾക്ക് അവിടെ കാണാം. ദ കംപ്ലീറ്റ് ലവ് നിങ്ങൾക്ക് അവിടെ കാണാം. പൂർണ്ണ സ്നേഹത്തെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ലോയിൽ ജീവിക്കുന്നവനല്ല, ഞാൻ ആ ലവിൽ ജീവിക്കുന്നവനാ. ഞാൻ നിയമത്തിൽ ജീവിക്കുന്നവനല്ല, ഞാൻ സ്നേഹത്തിൽ ജീവിക്കുന്നവനാ. നിയമകർത്താക്കന്മാർ മുമ്പിൽ വന്നിട്ട് നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് വേറൊന്നിനുമായിരുന്നില്ല, യേശുവിനെ കൊടുക്കാൻ സംഗതി കിട്ടേണ്ടതിനായിരുന്നു. എങ്ങനെ യേശു കൊടുക്കുന്നേ? 2 ഉത്തരമാണ് അവിടെ ഉള്ളത്. ഒന്നെങ്കിൽ ഇവളെ എറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ ഇവളെ എറിഞ്ഞു കൊല്ലരുത്. ഒന്നീ കൊല്ലണം, അല്ലേ കൊല്ലണ്ട. ഇതിലേതെങ്കിലും ഒരു ഉത്തരേ പറയാൻ പറ്റൂ. ഒന്നീ യെസ് അല്ലേ നോ, ഈ ഒരു ഉത്തരേ ഉള്ളൂ. എറിഞ്ഞു കൊല്ലാൻ യേശു പറഞ്ഞാൽ ഇവര് പറയും, കണ്ടോ, ഇവൻ ഇന്നലെ വരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഇവൻ പാപികളെ രക്ഷിക്കാൻ വന്നെന്നാ. ഇവൻ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവൻ പാപികളുടെ രക്ഷകനെന്നാ. കണ്ടോ, പാപിയെ എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞ കണ്ടോ. അപ്പൊ ഇവൻ ആരല്ല? ഇവൻ പാപികളുടെ രക്ഷകനല്ലെന്ന് മനസ്സിലായില്ലേ? അല്ല, എറിഞ്ഞു കൊല്ലരുത് എന്ന് യേശു പറഞ്ഞാൽ ഇവരുടനെ പറയും, കണ്ടോ, മോശയും ന്യായപ്രമാണവും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ളവരെ എറിഞ്ഞു കൊല്ലാനാ. ദുരുപദേശകൻ, ഉപദേശത്തിൽ നിൽക്കാത്തവൻ, വ്യവസ്ഥയിൽ നിൽക്കാത്തവൻ, കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞ് കർത്താവിനെ വിധിക്കും. എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞാലും യേശു കുടുങ്ങും, എറിഞ്ഞു കൊല്ലരുതെന്ന് പറഞ്ഞാലും യേശു കുടുങ്ങും. കൊടുക്കാൻ തന്നെ ഇവർ വന്നത്. പക്ഷെ ഇവനാരും സ്വപ്നത്തിൽ കാണാത്തൊരു ഉത്തരം, ഇവനാരും ചിന്തിച്ചിട്ട് എത്തുംപിടിയും കിട്ടാത്തൊരു ഉത്തരം ഇവനോട് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയാൻ. ഇന്ന് പകലിൽ ലോകം നിന്നെ കുടുക്കുവാൻ, നിന്നെ തകർക്കുവാൻ പല പദ്ധതികളുമായി വന്നേക്കാം. പക്ഷെ അവന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത ഉത്തരം, അവനൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത പദ്ധതി നിന്നെ വിളിച്ച ദൈവത്തിന്റെ പക്കലുണ്ട്. അവൻ വാ തുറന്നാൽ സകല വായും അടയും. അവൻ എഴുന്നേറ്റാൽ സകല ശത്രുക്കളും ചിതറും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മുൻപിൽ ഈ 2 ചോദ്യങ്ങളുമായി ഇവർ നിൽക്കുമ്പോൾ ഇവര് പ്രതീക്ഷിക്കാത്ത ഉത്തരം യേശു പറഞ്ഞു. ഈ സമയത്ത് കർത്താവ് സ്നേഹാന്നേ, ഭയങ്കര സ്നേഹം, ആരെ അപമാനിക്കില്ലെന്നേ. ഞാൻ ചിന്തിക്കുകയാണ്, ഈ ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് എങ്ങനെ അപമാനിക്കാൻ പറ്റുമെന്ന്. ഒരു മനുഷ്യനെ എങ്ങനെ പരിഹസിക്കാൻ പറ്റും? ഡബിൾ ചെക്ക് ചെയ്യണം ഒരു ദൈവമക്കളാണോ എന്ന്. കാരണം യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ പറയുന്നത് ആഭാസന്റെ ആയുധങ്ങളോ പരിഹാസം എന്നാണ്. നീതിമാൻ ന്യായമായി സംസാരിച്ചാലും ആഭാസൻ അവനെ പരിഹസിക്കുന്നെന്നാണ് യെശയ്യാവ് പറയുന്നത്. ദൈവമക്കൾ അങ്ങനെ ചെയ്യില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇവിടെ ഒരു സംഭവം കാണാം.
ഇവരുടെ മുഖത്ത് നോക്കിയാ കർത്താവ് പറഞ്ഞേ, നിങ്ങളിൽ പാപമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവളെ കല്ലെടുത്തെറിയാൻ. അപ്പം ആദ്യത്തെ കല്ല് താഴെ ഇടുന്നവനാണ് ഏറ്റവും വലിയ ഭാവി. അവനെ സംബന്ധിച്ച് അതൊരു ഡിസോണറിങ് ആണ്. ആ കൂട്ടത്തിൽ നിൽക്കുന്ന പരീക്ഷണൻ ന്യായശാസ്ത്രിയൊക്കെ ഉണ്ട്. അതിനകത്ത് നിന്ന് ആദ്യം ആരാണോ പോന്നെ അവനാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. അപ്പൊ യേശു എന്ത് ചെയ്തു? അവരുടെ മുഖത്ത് നോക്കി അത് പറഞ്ഞിട്ട് അവരുടെ മുഖത്തുനിന്ന് കണ്ണു മാറ്റി നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെല്ലാം ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തോ ഈ താഴെ എഴുതിയെന്ന്. അതിനെക്കുറിച്ചുള്ള കർത്താവ് താഴെ എഴുതി എന്തുവാന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷെ അതെന്തുവാന്ന് മനസ്സിലാക്കി വായിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. കർത്താവ് താഴെ എഴുതിയത് എന്തുവാന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല, പക്ഷെ അതെന്താണെന്ന് ചിലർക്ക് മനസ്സിലായി, അവരത് പ്രസംഗിക്കുന്നുണ്ട്. വലിയ അത്ഭുതങ്ങളാണ് അതൊക്കെ. പക്ഷെ വേദോത്സവത്തിൽ എഴുതിയിട്ടില്ല എന്തോ താഴെ എഴുതിയെന്ന്. സത്യമായും കർത്താവ് നിലത്ത് എഴുതിയത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊരു ആറ്റിറ്റ്യൂഡാണ്. മോനെ, കർത്താവ് താഴെ എഴുതിയത് എന്തുവാന്ന് എനിക്കറിയില്ല, ബൈബിളിൽ എഴുതിയിട്ടില്ല എന്തോ, പക്ഷെ അതൊരു ആറ്റിറ്റ്യൂഡാണ്. എന്താ ആറ്റിറ്റ്യൂഡ് എന്നറിയോ? മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിയാ പറഞ്ഞേ, നിങ്ങളിൽ പാപം ചെയ്യാത്ത ഏതെങ്കിലും ഒരുത്തിന് ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ടെങ്കിൽ ആദ്യത്തെ കല്ല് ഇവളെ എറിയാൻ മുഖത്ത് നോക്കിയാ പറഞ്ഞേ. ആ തന്റെ എന്റെ നസ്രായൻ ഉണ്ടെന്നേ, അവൻ മുഖത്ത് നോക്കിയാ പറഞ്ഞേ. പ്രൈസ് ഗോഡ്. എന്നിട്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണു മാറ്റി നിലത്ത് കുനിഞ്ഞ് വിരല് കൊണ്ട് എഴുതി എന്നാന്നറിയാവോ? ഈ കർത്താവ് ഇത് ഇവരോട് പറഞ്ഞിട്ട് ഇവരെ തന്നെ നോക്കി തന്നെ നിന്നാൽ ആദ്യത്തെ കല്ല് താഴെ ഇടുന്നവനെ സംബന്ധിച്ച് യേശുവിന്റെ മുമ്പിൽ അതൊരു വലിയൊരു ഇൻസൾട്ടാണ്, ഒരു വലിയ അപമാനമാണ്. ആദ്യം പോകുന്നവൻ ഏറ്റവും വലിയ കുഴപ്പക്കാരനാണെന്നൊരു ബോധ്യം. അതുകൊണ്ട് അവന്റെ മുഖത്തുനിന്ന് കണ്ണു വലിച്ചിട്ട് നീ അങ്ങ് പൊക്കോ എന്ന് പറഞ്ഞ് കർത്താവ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവരങ്ങ് പോകാൻ വേണ്ടി ചെയ്താ, പ്രത്യേകിച്ച് ഒന്നും എഴുതിയതൊന്നുമല്ല, അവനങ്ങ് പോകാൻ വേണ്ടി കർത്താവ് ചെയ്ത നിലത്ത് ഇങ്ങനെ ചുമ്മാ എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. തന്നെ കൊടുക്കാൻ വന്നവരെ പോലും, തന്നെ പിടിക്കാൻ വന്നവരെ പോലും, തന്നെ വിമർശിക്കാൻ വന്നവരെ പോലും ഒരു നോട്ടം കൊണ്ട് പോലും അപമാനിക്കാത്തവനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഒരു നോട്ടം കൊണ്ട് പോലും പുച്ഛിക്കാത്തവനെയാണ് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിന്റെ എന്തേലുമൊക്കെ ഗുണം നമുക്ക് ഉണ്ടാകണ്ടേ പ്രിയപ്പെട്ടവരെ? മൂത്തവരും ഇളയവരും മനസാക്ഷിയുടെ ആക്ഷേപം ഏതുവായി വിട്ടുപോയി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇവൾ പാപിനിയായ സ്ത്രീ തന്നെയാണ്, ഇവൾ കുഴപ്പക്കാരി തന്നെയാണ്, ഇവളിൽ പാപവും കുറവുകളും ഉണ്ട്, നിശ്ചയമായി ഉണ്ട്. പക്ഷേ ഇവരെല്ലാം പോയി കഴിയുമ്പോ യേശു അവളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്ത്രീയെ, അവരെവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് അവൾ മറുപടി പറഞ്ഞ എന്നാന്നറിയാമോ? ഷീ സെഡ്, നോ മാൻ ലോർഡ്. ഇല്ല കർത്താവേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭാഗം ധ്യാനിക്കുമ്പം എന്നെ അതിശയിപ്പിച്ച, എന്നെ സ്ട്രെങ്തൻ ചെയ്ത, എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ച ഒരു ഭാഗമായത് എന്നാന്നറിയാവോ? കല്ലെറിയാൻ വന്നവർ, യേശു കർത്താവിനെ കൊടുക്കാൻ വന്നവർ യേശുവിനെ വിളിച്ച പേര് റബി, ടീച്ചർ എന്ന പദമാണ്. പക്ഷെ പാപിനിയായ സ്ത്രീ, പാപമുള്ളവൾ, തെറ്റുകാരി, യേശുവിനെ വിളിച്ച പദം എന്നാന്നറിയാമോ? ലോർഡ്. ഇല്ല കർത്താവേ. ഈ സ്ത്രീ യേശുവിന്റെ മുഖത്ത് നോക്കി, ആദ്യമായിട്ട് കാണുക, ആ മുഖത്തോട്ട് നോക്കിയിട്ട് ആദ്യം പറഞ്ഞത് യു ആർ ദ ലോർഡ്, നീ കർത്താവാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അവള് കണ്ട പുരുഷന്മാരിൽ നിന്നെല്ലാം അവൻ വ്യത്യസ്തനായിരുന്നു. അവളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അവൾ കണ്ട സകല മനുഷ്യരിൽ നിന്നും അവൻ വ്യത്യസ്തനായിരുന്നു. അവളുടെ ജീവിതത്തിൽ ആദ്യമായി പാപത്തിന്റെ ലാഞ്ചനകളില്ലാത്തൊരു പുരുഷനെ, പാപത്തിന്റെ അംശമില്ലാത്തൊരു മനുഷ്യനെ അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടു. അവൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, സ്വർഗം അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. പാപികളെ രക്ഷിക്കുന്ന ലോർഡ് കർത്താവാണിവൻ. ആമീൻ. സ്വയം നീതിമാന്മാർക്കും പഠിപ്പിസ്റ്റുകൾക്കും ജ്ഞാനികൾക്കും അവൻ റബി ആയിരിക്കുമ്പോൾ, ടീച്ചർ ആയിരിക്കുമ്പോൾ, പാപിക്ക് അവൻ കർത്താവാണ്, പാപിക്ക് അവൻ രക്ഷകനാണ്, പാപിക്ക് അവൻ വിമോചകനാണ്. പോകാം, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. നോ കണ്ടീഷൻസ്. ദെയർ ഈസ് ഓൺലി വൺ കണ്ടീഷൻ. നിന്നെ ഞാൻ സ്നേഹിച്ചത് കണ്ടീഷൻ വെച്ചിട്ടല്ല. ഞാൻ നിന്റെ കുടുംബം ചോദിച്ചില്ല,
നീ എവിടൊക്കെ പോയി പാപം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചില്ല, നീ എന്തൊക്കെ തെറ്റുകൾ ചെയ്തെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ കണ്ടീഷൻസ് ഇല്ലാതെ, കണ്ടമിനേഷൻസ്, കുറ്റപ്പെടുത്തലുകളില്ലാതെ ഞാൻ നിന്നെ വിമോചിപ്പിക്കുകയാണ്, നിനക്ക് സ്വാതന്ത്ര്യം തരികയാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് നിന്നെ അറിയിക്കാനുണ്ട്, ഇനി നീ പാപം ചെയ്യരുത്, ഇനി നീ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഈ അൺകണ്ടീഷണൽ ലവ് ഒരു മനുഷ്യായുസ് മുഴുവൻ പ്രസംഗിച്ചാലും തീരുന്നതല്ല. ആ കൈകളൊന്ന് ഉയർത്തി പറഞ്ഞ്, വ്യവസ്ഥകളില്ലാതെ എന്നെ സ്നേഹിച്ച കർത്താവിന് നന്ദി. വ്യവസ്ഥകൾ വെച്ചിരുന്നുള്ള സ്ഥിതി എന്നായിരുന്നു? വ്യവസ്ഥകൾ വെച്ചിരുന്നുള്ള സ്ഥിതി എന്നായിരുന്നു പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ ആരാധനയ്ക്ക് പോകുമ്പം വ്യവസ്ഥകളുള്ള കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെങ്കിൽ കാറ് പാർക്ക് ചെയ്യുന്നതിന് പകരം അവിടെ എല്ലാം പശുവിനെയും കാളയും കൊണ്ട് കെട്ടേണ്ടി വന്നേനെ. കാരണം ആലയത്തിൽ പോകുന്ന എല്ലാവരുടെയും കയ്യിൽ ഒരു കാളയോ പശുവോ പ്രാവോ ഒക്കെ കാണണം. ഇതിനെ കൊണ്ട് യാഗം കഴിച്ചാൽ മാത്രമേ അവൻ്റെ പാപം വിമോചിക്കപ്പെടുകയുള്ളൂ. ചർച്ചിൽ പോകുന്ന എല്ലാവരുടെയും കയ്യിൽ എന്തെങ്കിലും ഒരു മൃഗം കാണണം. അങ്ങനെയാണെങ്കിൽ പാർക്കിംഗ് സ്ലോട്ട് കംപ്ലീറ്റ് ഈ സാധനമായിരിക്കും. പക്ഷെ ഇന്ന് കർത്താവിന്റെ സന്നിധി വന്ന് രണ്ട് കൈ ഉയർത്തിപ്പിടിച്ച്, അല്ലെ അവിടെ ഇരുന്നോണ്ട് അപ്പാ എന്നൊന്ന് വിളിക്കുമ്പം മുഴു സ്വർഗവും ഇനി ഇറങ്ങി വരികയല്ലേ? മുഴു സ്വർഗവും നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയല്ലേ? അതിരുകളില്ലാതെ, അളവുകളില്ലാതെ, വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ച സ്നേഹമാ കർത്താവിന്റെ സ്നേഹം. John chapter 8 verse 1 to 11, you find Jesus sitting at the near the temple, and he was ministering the people. And temple is a place where God and humans come and meet together. It's a place of love, it's a place of care, it's a place of protection. I don't know how the church has become a place who ridicules people. It's not a place of ridicule. It's not a place which rejects people. It's a place where love is lavished. It's a place where you give care and protection to people. And to such a place, we find some self-righteous people coming with a sinful woman, and they want to kill this woman at one sense, and in another sense, they want to entrap Jesus. That was their main objective. And this sinful woman was caught in adultery, and it was a serious crime, caught at red hand. And a question is here, whether Jesus will follow the law or he will show the love. Both of these things are difficult. Two answers to the question. Either he should say, yeah, stone her, kill her. And another answer is, please do not kill. The first answer, if he gives, kill her, stone her, then they can blame Jesus and say, till yesterday he was preaching about a loving God, and he came to love and save the sinners, and now today he is asking to kill a sinner, and Jesus is in problem. And the second answer, do not kill. If he says like that, then also he is in problem, because they will say that he is breaking the Mosaic law, and in both cases Jesus is entrapped. But Jesus gave an unexpected answer. People may be coming to you and they may be having different sorts of questions to trick you, but if you are in the power of love, in the power of Holy Spirit, you will be able to give unexpected answers beyond their comprehension, beyond their thinking. And such kind of an answer was given. What was the answer? He who is without sin, throw the stone first. That was the answer. And these people were baffled, caught off guard. They didn't know what to do. And what Jesus did was, Jesus stooped down. He bent down and he started writing. And as the beloved pastor said, we don't know what is written there. What Jesus wrote, nobody knows. But some people even interpret what Jesus wrote, though it is not there in the scriptures. Jesus stooped down and wrote something. We don't know what he wrote, but a good interpretation from that is that Jesus never insults people. Jesus never ridicules people. Jesus never puts people down. That is his character. Actually, he was looking at their face, all of their faces, and saying, those who have not sinned, they can take the stone and pelt first. That was his proclamation. And if after that, after the proclamation, if he continue looking at their faces, it would be a great insult, because the first person leaving, throwing the stone down and leaving, would be
the most sinful man. So Jesus somehow wanted to save their face. Jesus didn't want to see that insult. Even Jesus wanted them to live without shame. He stooped down and wrote something so that when they are leaving, he will not be seeing them. Such kind of a great heart Jesus has. He never ridicules, never insults. And even the persons who came to entrap him, he has such kind of an attitude, a greater attitude to them. Now, Jesus' question we find in verse 10, the question asking to this woman, "Woman, where are those accusers of yours? Has no one condemned you?" Yes. And the sinful woman looked at Jesus' face and said, "Lord, no one." And here, how did she address Jesus? The people who came, the self-righteous men who came to stone, they were calling Jesus Rabbi or teacher. But this woman understood this Jesus Christ is Lord. Who is Lord? A person who comes and saves. A person who came from heaven to save. How did she get the revelation? First time he is seeing such a person, but she understood that this is the pure man. Throughout her life, she has seen many men. She has seen many men. They have taken enough from her. But here is a perfect person, the sinless and blameless Lamb of the Lord. And that can never be anyone else but the Lord. She is the Lord. He is the Lord who saves the sinner. And this is the Lord who saves them. So no condition, no condemnation when a person comes to Jesus. But Jesus said one thing. I want to say something. There is no condition. I am not condemning you. I am not throwing you. I did not come to throw stone at sinners. I came to save. But I want you to know, sin no more. And if we are living in such a condition, we are living in love, not in the time of law. And if we were living in law, in the parking lots, we may be finding calves instead of cars. But we are freely saved by the Lord, because now when Jesus redeemed us, we come to the worship place, or wherever you are sitting in the presence of the Lord. When you cry, Abba Father, you find heaven coming down to your place. How did it happen? Because of the unconditional love of Jesus Christ. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളിൽ എത്ര പേർ വ്യവസ്ഥകൾ കൂടാതെ നിങ്ങളെ സ്നേഹിച്ച കർത്താവിനെ അനുഭവിച്ചവർ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കണ്ടീഷൻസ് ഇല്ലാതെയാണ് എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചത്. ഒരു കണ്ടീഷൻസും ഇല്ലാതെയാണ്. ഇതൊരു കോൺട്രാക്റ്റ് അല്ല. ദൈവത്തോടുള്ള ബന്ധം ഒരു കരാറല്ല, അതൊരു കവനന്റ് ആണ്, അതൊരു ഉടമ്പടിയാണ്. അതിനകത്ത് ഒരു കണ്ടീഷനും ഇല്ല. ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അവൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ, എന്നെ കണ്ടം ചെയ്യാതെ, എന്നെ കുറ്റപ്പെടുത്താതെ, കണ്ടീഷൻസ് ഇല്ലാതെ, വ്യവസ്ഥകളില്ലാതെ ആ കർത്താവിൻ്റെ സ്നേഹം എന്നെ സ്നേഹിച്ചു. രണ്ടാമതായി, ഗോഡ്സ് ലവ് ഈസ് പേഴ്സണൽ. കർത്താവിൻ്റെ സ്നേഹം വ്യക്തിപരമായി അവൻ വെളിപ്പെടുത്തുന്നവനാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോടൊരു 10 മിനിറ്റ്സ് നിങ്ങളുടെ മുഖത്ത് നോക്കി, നിങ്ങളുടെ കണ്ണെ നോക്കി കർത്താവ് പറയുന്നു, യേശു നിന്നെ സ്നേഹിച്ചത് വ്യക്തിപരമായിട്ടാണ്. നിങ്ങളുടെ കഴിവിനെ അല്ല സ്നേഹിച്ചത്, നിങ്ങളുടെ മിടുക്കിനെ അല്ല സ്നേഹിച്ചത്, നിങ്ങളുടെ സൗന്ദര്യത്തെ അല്ല സ്നേഹിച്ചത്, നീയാകുന്ന വ്യക്തിയെയാണ് യേശു സ്നേഹിച്ചത്. കാരണം ഒരു മനുഷ്യൻ നമ്മുടെ സൗന്ദര്യത്തെയാണ് സ്നേഹിക്കുന്നെങ്കിൽ സൗന്ദര്യം പോകുമ്പോൾ സ്നേഹം പോവും. ഒരു വ്യക്തി നമ്മുടെ പണത്തെയാണ് സ്നേഹിക്കുന്നെങ്കിൽ പണം പോകുമ്പോൾ സ്നേഹം പോവും. ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ഞാൻ പാസ്റ്ററെ സഭയെ നിൽക്കുന്നതും ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുന്നതും പാസ്റ്റർമേലുള്ള അഭിഷേകത്തെയും ശുശ്രൂഷയും ഞാൻ സ്നേഹിക്കുന്നുണ്ടാണെന്ന്. എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ ആ നിമിഷം ആ വ്യക്തിയെ ഞാൻ പറഞ്ഞു വിടും. ഒരു സെക്കൻഡ് കൂടെ പിന്നെ വെച്ചോണ്ടിരിക്കുകയില്ല. കാര്യം എപ്പോഴെങ്കിലും എൻ്റെ അഭിഷേകത്തിനോ എൻ്റെ ശുശ്രൂഷയ്ക്കോ ഒരു കുറവ് സംഭവിച്ചാൽ ഇവൻ കളഞ്ഞിട്ട് പോകും. കാരണം ഇവൻ ഇവിടെ സ്നേഹിച്ച് വന്നത് എൻ്റെ അഭിഷേകത്തെയും ശുശ്രൂഷയാണ്. പക്ഷെ കർത്താവ് സ്നേഹിച്ചത് എൻ്റെ അഭിഷേകത്തെയോ എൻ്റെ ശുശ്രൂഷയോ അല്ല. കർത്താവ് സ്നേഹിച്ചത് ഞാനെന്ന വ്യക്തിയാണ്. ടിനു പാസ്റ്ററിന്റെ അഭിഷേകം കണ്ടും ശുശ്രൂഷ കണ്ടും കൊള്ളാം, കൂടെ നിൽക്കാം എന്ന് ചിന്തിച്ചാ വരുന്നെങ്കിൽ ഏതു സമയവും ആ വ്യക്തിക്ക് വേണ്ടി വെള്ളവും വളവും ഒഴിക്കുന്ന വെറുതെയാ. 21 വർഷത്തെ അനുഭവത്തിൽ നിന്നായി പറയുന്നത്. ഏതു സമയവും കളഞ്ഞിട്ട് പോവാം. പക്ഷെ ആ വ്യക്തിയെ മനസ്സിലാക്കി, ആ വ്യക്തിയുടെ ദർശനം മനസ്സിലാക്കി, പാഷൻ മനസ്സിലാക്കി, ആ വ്യക്തിയുടെ കുറവും നിറവും മനസ്സിലാക്കി,
ഒപ്പം നിൽക്കുന്നവരെ തുടരത്തുള്ളൂ. ഇത് തന്നെയാ കുടുംബജീവിതത്തിൽ. ചിലര് കല്യാണം കഴിക്കുന്ന ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടെയാണ്. എൻ്റെ ഭർത്താവ് അങ്ങനെ ആയിരിക്കും, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കും, എൻ്റെ ഭർത്താവ് ഭയങ്കര സൂപ്പർ ഹീറോ ആയിരിക്കും. ചില പിള്ളേര് സ്കൂളിൽ അവരുടെ അപ്പായെ പൊക്കി പറയുന്ന കണ്ടിട്ടുണ്ടോ? ആ സ്കൂളിൽ പിള്ളേർ വരുമ്പോൾ ചില പിള്ളേർ അപ്പനെ പൊക്കി പറയും. എൻ്റെ അപ്പൻ ആരാന്നറിയോ? എൻ്റെ അപ്പൻ ഇങ്ങനെ കൈ പൊക്കി പിടിച്ചാൽ മാങ്ങ ഇങ്ങനെ പറിച്ചെടുക്കും. വേറെ കൊച്ചു പറഞ്ഞു, അയ്യോ എൻ്റെ അപ്പ അതിനേക്കാൾ വലുതാ, എൻ്റെ അപ്പ കൈ വിരലിങ്ങനെ അടിച്ചാൽ തെങ്ങയിലെ തേങ്ങ താഴെ വീഴും. അപ്പോൾ വേറൊരു കൊച്ചു പറയും, എൻ്റെ അപ്പ അങ്ങനെയല്ല, എൻ്റെ അപ്പ ഭയങ്കര സംഭവം, എൻ്റെ അപ്പ അങ്ങനെയാ. അപ്പനെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നവരുണ്ട്. പക്ഷെ അപ്പം ഇതൊന്നും ആയിരിക്കില്ല, അപ്പം കട്ടിലേലായിരിക്കും ചിലപ്പോൾ. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചിലർ വിവാഹം കഴിക്കുമ്പോൾ അവർ പറയും, ചിന്തിക്കും, എൻ്റെ ഭർത്താവ് അങ്ങനെ ആയിരിക്കണം, എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ഭർത്താവ് അങ്ങനെയുള്ള ഒരാളായിരിക്കും, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനെ ഒരാളാണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ പണത്തെയോ കഴിവിനെയോ, ഭാര്യയുടെ സൗന്ദര്യത്തെയോ കഴിവിനെയോ പണത്തെയോ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ, കുടുംബജീവിതം നയിക്കുന്നതെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ, അതിനകത്ത് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടും. എന്നാൽ ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ കുഞ്ഞുങ്ങളാണ്, ഇതെൻ്റെ അപ്പായാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ പാസ്റ്ററാണ് എന്ന ചിന്തയിൽ അവരിൽ ഒരുപാട് കുറവുകൾ കാണാം, അവരിൽ ഒരുപാട് നിറവുകളും കാണാം. അവരെ കർത്താവ് സ്നേഹിച്ചത് ആ കുറവുകളോടും നിറവുകളോടും ഒക്കെ കൂടെയാ. ആ നിലയിൽ എനിക്കും അവരെ സ്നേഹിക്കാൻ പറ്റിയാൽ ആ ബന്ധം മരണം വരെ തുടരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാക്കാൻ കഴിയുന്നു എനിക്കറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളെ സ്നേഹിച്ചത് വ്യക്തിപരമായിട്ടാണ്. അതുകൊണ്ടാണ് യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ദയ നിന്നോട് ദീർഘമായിരിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നല്ല, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതെ, ജീസസ് ലവ്സ് യു. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ കഴിവുകളെയല്ല, നിന്റെ മിടുക്കിനെയല്ല. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കറുത്തതാകാം, വെളുത്തതാകാം, ശബ്ദം നല്ലതാകാം, അല്ലാത്തതാകാം, നിങ്ങൾ ഒരു കഴിവില്ലാത്ത വ്യക്തിയാകാം, പക്ഷേ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ യൂണീക്കായി കണ്ടിരിക്കുന്നു, ഡിഫറൻ്റായി കണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയ അടയാളമല്ലേ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ. യോബിന്റെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, നിന്റെ വിരലുകൾ കൊണ്ട്, നിന്റെ വിരലുകളിൽ അവൻ മുദ്രയിട്ടിരിക്കുന്നെന്നാണ്. ഇപ്പോഴത്തേക്ക് മൊബൈൽ ഫോൺസ് ഒക്കെ ഈ തമ്പ് ഇംപ്രഷൻ വെച്ചാ, വിരൽ വെച്ചെൻ്റെ തമ്പിന്റെ വിരലടയാളം വെച്ചാ ഓപ്പൺ ആക്കുന്നത്. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ തമ്പ് വെച്ചാലേ ഓപ്പൺ ആവത്തുള്ളൂ, വേറെ ഏത് കൈയെടുത്ത് വെച്ചാലും ഓപ്പൺ ആവത്തില്ല. ഫേസ് കാണിച്ചാൽ ചിലപ്പം നിങ്ങളുടെ കൂട്ടിരിക്കുന്നവരുടെ ഫേസ് വെച്ച് ചിലപ്പോൾ തുറക്കാം, പക്ഷെ തമ്പ് ഇംപ്രഷൻ, ഒരാൾക്കുള്ള തമ്പ് ഇംപ്രഷൻ വേറൊരാൾക്കില്ല, മറ്റൊരു വ്യക്തിക്കില്ല. അതിന്ന് തന്നെ നിങ്ങൾ കറുത്തതാകാം, വെളുത്താകാം, ശബ്ദമുള്ളതാകാം, ശബ്ദമില്ലാത്തതാകാം, നിങ്ങൾ ആരോ ആകട്ടെ, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ട്, യുണീക്കായിട്ട്. യേശു കർത്താവ് തൻ്റെ പരിശുദ്ധ രക്തം നിങ്ങൾക്ക് വേണ്ടി തന്നത് നിങ്ങൾ വിലയേറിയവരായതുകൊണ്ട്. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞ്, ഞാൻ ദൈവത്തിന് വിലയേറിയ വ്യക്തിയാണ്. വാ തുറന്ന് പറഞ്ഞ്, ഞാൻ ദൈവത്തിന് വിലപ്പെട്ട വ്യക്തിയാണ്. ഞാൻ കഴിവില്ലാത്തവളല്ല, കഴിവില്ലാത്തവനല്ല, ഞാൻ പരാജിതനല്ല, ഞാൻ പരാജിതയല്ല, ഞാൻ എൻ്റെ ദൈവത്തിന് വിലപ്പെട്ട വ്യക്തി. നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:19 പറയുന്നത്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. We love because he first loved us. അവൻ ആദ്യം എന്നെ സ്നേഹിച്ചു. ഞാൻ അവനെ സ്നേഹിക്കുന്നതിന് മുൻപേ, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നതിന് മുൻപേ യേശു എന്നെ സ്നേഹിച്ചു. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നതിന് മുൻപേ കർത്താവ് എന്നെ വിശ്വസിച്ചു. അവൻ നിങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണി ശുശ്രൂഷ ഏൽപ്പിച്ചെന്ന അല്ലേ? ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് വിശ്വസ്തനാണെന്ന് നോക്കുകയല്ലായിരുന്നു. അവൻ നിന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷ ഏൽപ്പിച്ചെങ്കിൽ, ഞാൻ അവനെ വിശ്വസിക്കുന്നതിന് മുൻപ് അവൻ എന്നെ വിശ്വസിച്ചു. ഞാൻ അവനെ സ്നേഹിക്കുന്നതിന് മുൻപ് അവൻ എന്നെ സ്നേഹിച്ചു. We love him because he first loved us. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തിപരമായ സ്നേഹത്തിന്റെ ആഴമാണ്
തിരുവെഴുത്ത് മുഴുവൻ ക്രോഡീകരിച്ചിരിക്കുന്ന സുവിശേഷങ്ങളുടെ സുവിശേഷമായ ബില്ലി ഗ്രഹാം മുതൽ ചാൾസ് ഫിന്നി മുതൽ ലോകത്തിലെ സകല ശ്രേഷ്ഠന്മാരും പ്രസംഗിച്ച എല്ലാ വേദികളിലും പ്രസംഗിച്ച വാക്കാണ് യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അതിൽ മതമില്ല, അതിൽ ജാതിയില്ല, അതിൽ വർഗവർണ്ണ വ്യത്യാസമില്ല, ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം സ്നേഹിച്ചു. ഞാനൊരു സ്റ്റോറി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ വിശ്വാസിയായ വളരെ ഭക്തനായ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായ ഒരപ്പനും അദ്ദേഹത്തിന്റെ മകനും ആ മകന്റെ കൂട്ടുകാരനും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് വള്ളത്തിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ വള്ളം നിറയെ സാധനങ്ങളുണ്ട്. ഈ അപ്പനും മകനും വിശ്വാസികളാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, വളരെ ദൈവത്തോട് ബന്ധമുള്ളവരാണ്. പക്ഷെ ആ വള്ളത്തിൽ കയറിയിരിക്കുന്ന ഈ മകന്റെ സുഹൃത്ത് വിശ്വാസിയല്ല, പ്രാർത്ഥിക്കുന്നവനുമല്ല, ദൈവത്തോട് ബന്ധമില്ല. എന്നാൽ അവൻ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ പറയില്ലേ. ഇവർ 3 പേരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വള്ളം ഈ നദിയുടെ ഏകദേശം പകുതിയായപ്പോൾ, നല്ല ആഴമുള്ള സ്ഥലമായപ്പോൾ തകരാറിലായി, കംപ്ലൈന്റ് ആയി. ഉടനെ ഈ അപ്പന് മനസ്സിലായി, ഈ അപ്പന് മാത്രമേ തുഴയാൻ അറിയത്തുള്ളൂ, ഈ അപ്പന് മാത്രമേ ഈ വള്ളം മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയത്തുള്ളൂ. ഉടനെ ഈ അപ്പൻ മകനോട് പറഞ്ഞു, മകനെ, ഈ വള്ളം തകരുകയാണ്. ഉടനെ ഈ കൂട്ടുകാരൻ ഭയപ്പെട്ടു, അവൻ വിശ്വാസിയുമല്ല. ഉടനെ ഈ മകൻ എന്ത് ചെയ്തെന്നറിയാവോ? അതിനകത്തിരുന്ന കുറെ ലഗേജുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് വെള്ളത്തിൽ കളഞ്ഞു. പക്ഷെ എന്നിട്ടും ആ വള്ളം നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഒടുവിലൊരു കാര്യം മനസ്സിലായി, ഉറപ്പായിട്ടും ഈ കൂട്ടുകാരൻ ഉൾപ്പെടെയുള്ളവർ മരണപ്പെടും. ഉടനെ അപ്പന്റെ മനസ്സിലൊരു ചിന്ത വന്നു, എന്റെ മകൻ മരണപ്പെട്ടാൽ അവൻ എത്തേണ്ടടുത്തെത്തും, അവൻ ചെല്ലേണ്ടടുത്ത് ചെല്ലും, ഒടുവിൽ ഞാനും അവിടെ ചെല്ലും. പക്ഷെ ഈ വള്ളത്തിലിരിക്കുന്ന ഈ അവിശ്വാസിയായ, ദൈവത്തോട് ബന്ധമില്ലാത്ത ഇവന്റെ കൂട്ടുകാരൻ ഈ വെള്ളത്തിൽ വീണ് മരിച്ചാൽ ഇവന്റെ ആത്മാവ് പോകാൻ പോകുന്നത് നരകത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ഈ അപ്പൻ എന്താ ചെയ്തതെന്നറിയാവോ? ഈ അപ്പൻ മകനോട് പറഞ്ഞു, നീ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ. ഈ മകൻ വെള്ളത്തിലെടുത്ത് ചാടി മരിച്ചു. കാരണം ഈ അപ്പന് മാത്രമേ തുഴയാൻ അറിയൂ. കൂട്ടുകാരനെ രക്ഷിച്ചു. ഈ കൂട്ടുകാരനെ രക്ഷിക്കാൻ, ഈ കൂട്ടുകാരനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ, അവൻ നിത്യതയ്ക്ക് അവകാശിയാകാൻ അപ്പന് ചാടാൻ പറയാനുള്ളത്, അപ്പൻ ഇട്ടുകൊടുക്കാനുള്ളത് ഈ പുത്രനെ മാത്രമേ ഉള്ളൂ. കാരണം പുത്രനെ കുറിച്ച് അപ്പൻ അറിയാമായിരുന്നു. അവൻ എത്തേണ്ടടുത്ത് എത്തും, അവൻ വരേണ്ടടുത്ത് വരും, അവൻ തകർക്കപ്പെട്ടാലും നാളെ ഉയർക്കും. പക്ഷെ പുത്രനെ തകർക്കാതെ ഒരിക്കലും ഈ അവിശ്വാസിയായ അവന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് അപ്പൻ അറിയായിരുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം, അവനെ തകർക്കുവാൻ തക്കവണ്ണം, അവനെ തകർക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ഈ സന്ദേശം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ആ സ്നേഹത്തിന്റെ ആഴം, അതിന്റെ ഉയരം വലുതാ. അതാ യോഹന്നാൻ 15:13 പറയുന്നേ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും അധികമായ സ്നേഹം ആർക്കുമില്ല. God's love is personal. God's love is personal. First thing, God's love is unconditional. Second thing, God's love is personal. Thirdly, God's love is accessible. So we are moving into God's love as a personal love. God loved us not based on our ability or beauty or anything which we possess. It was not our smartness or the money or wealth or anything which we had, but it was purely
based on an unconditional love which was bestowed on a person in a personal level. If you love a person based on any of the abilities or any kind of special characteristics that person has, then as the thing wanes, that person leaves. If you are loving a person because of the anointing, as the anointing fades, that person may leave. But the Lord does not love a person based on any of the characteristics. If you can have this blended in the family life, many people marry by having so much of expectations, and as the expectations crumble down, the family crashes. But if you can love a person, the husband or a wife, if they can love each other even without taking into account the abilities, or taking into account all the things which they have, which they are, then the family life will be peaceful, not based on any abilities. Now, Jeremiah 31:3 says, I have loved you with everlasting love. Loved a person personally with an everlasting love. That means it is never ending love. There is no end. It is eternal love. Jesus loves you not based on the abilities you have. Jesus loved you not based on the status you have. Jesus loved you not based on any special characteristics or beauty you have. It is unconditional and very personal. Now, as the example is said of a thumb impression, you look at your thumb impression, it was very unique. The thumb impression the Lord has given you is very unique. You may find some marks on your thumb, simple marks, but it's not replicated in any other person. It is very unique, and you are very different for the Lord. 1 John 4:19, He has first loved me even before we loved Him. The Lord believed in us. The Lord loved us first, even before we loved Him back or believed Him back. So He counted me faithful. John 3:16, the most famous words of the Bible, preached from generation to generation. God so loved the world, and He gave His only begotten Son. Whosoever believes in Him will not perish, but will have eternal life. And such kind of a love, for that, what was the cost of that love? What did the Father cost for that kind of a love? He had to give His own Son. He had to let His Son go so that all of us may be saved. Today, if you believe in that Jesus Christ and look at the greater sacrifice that Jesus Christ made for you, you can have this love in your life. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഇത് ബൈബിളിൽ വായിക്കുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, എൻ്റെ ഒരു ആശയത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ ആർക്ക് വേർപിരിക്കാൻ കഴിയും? വേർപിരിയുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലല്ല. ഒരു വൃക്ഷത്തിന് അതിൻ്റെ കൊമ്പ് വൃക്ഷത്തിൽ വസിക്കാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയില്ലെന്ന കർത്താവ് പറഞ്ഞേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ കൊറോണയോ സങ്കടമോ ഉപദ്രവമോ ആപത്തോ നഗ്നതയോ പട്ടിണിയോ വാളോ. ഇനി അതിന്റെ 38-39 ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു അസാധ്യമായ അസാധാരണമായ ഒരു റെവലേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. മരണത്തിനോ, എണ്ണിക്കോ, നമ്പർ 1, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ 10 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. 10 കാര്യങ്ങൾ. നമ്പർ 1 മരണത്തിനോ, 2 ജീവനോ, 3 ദൂതന്മാർക്കോ, 4 വാഴ്ചകൾക്കോ, 5 അധികാരങ്ങൾക്കോ, 6 ഇപ്പോഴുള്ളതിനോ, 7 ഇനി വരാനുള്ളതിനോ, 8 ഉയരത്തിലുള്ളതിനോ, 9 ആഴത്തിനുള്ളതിനോ, 10 യാതൊരു സൃഷ്ടിക്കോ ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? ഇത് പൗലോസ് പറഞ്ഞിട്ട്
ദൂതന്മാരെ കുറിച്ച് പറയുന്നു. മുഴുവൻ ദൂതന്മാരും, എണ്ണിക്കൂടാതെ വണ്ണം ദൂതന്മാരുണ്ട് സ്വർഗത്തിൽ. ലക്ഷോപലക്ഷം ദൂതന്മാരുണ്ട്. ഈ ലക്ഷോപലക്ഷം ദൂതന്മാര് ഒന്നിച്ച് ചെന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനോട്, ആമേൻ, ഇവിടെ നിൽക്കുന്ന ജിജി പാസ്റ്ററെ സ്നേഹിക്കരുത്, റിജോയ് സാറിനെ സ്നേഹിക്കരുത്, ജിനു പാസ്റ്ററെ സ്നേഹിക്കരുത്, ഇമ്മാനുവലിനെ സ്നേഹിക്കരുതെന്ന് ഈ മുഴുവൻ ദൂതന്മാര് പറഞ്ഞാലും ദൂതന്മാരോട് ദൈവം പറയും, മാറി നിൽക്ക്, ഞാൻ അവനെ സ്നേഹിക്കും. ദൂതന്മാർക്കോ മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ ഇനി വരാനുള്ളതിനോ ഉയരത്തിലെ അന്ധകാര ശക്തിക്കോ ആഴത്തിലെ പൈശാചിക മണ്ഡലങ്ങൾക്കോ ഈ ഭൂമിയിലെ യാതൊരു സൃഷ്ടിക്കോ കർത്താവിനുള്ള സ്നേഹത്തിൽ നിന്ന്, ദൈവ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല. മുഴു സ്വർഗവും മുഴു മനുഷ്യനും സകല പാസ്റ്റർമാരും പ്രവാചകന്മാരും ലോകത്തുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഇവനെ സ്നേഹിക്കല്ലേ കർത്താവ് എന്ന് പറഞ്ഞാലും മാറിയിക്കടാന്ന് പറയും. ഞാൻ മരിച്ചത് അവന് വേണ്ടിയാ, ഞാൻ ജീവിക്കുന്നത് അവന് വേണ്ടിയാ, ഞാൻ അവനെ സ്നേഹിക്കുന്നു. വാസ്തവത്തില് ഈ റോമർക്കെഴുതിയ ലേഖനം 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കുന്നത് ആര് എന്ന് പറഞ്ഞിട്ട് അതിന്റെ 38-39 വാക്യങ്ങളിൽ 10 കൂട്ടം വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു 36-37 2 വാക്യങ്ങൾ കിടപ്പുണ്ട്. ഇതാണ് അതിന്റെ കണക്ഷൻ. ആ 36-37 വാക്യങ്ങൾ ഇല്ലെങ്കിൽ 38-39 വാക്യമില്ല, 35 വാക്യമില്ല. 36-37 വാക്യങ്ങളാണ് ഈ സ്നേഹത്തിന്റെ റീസൺ. അതാണ് അതിന്റെ കാരണം. അതൊന്ന് വായിക്കാവോ? റോമർ 8:36-37. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അവിടെ ഒരു യാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു യാഗത്തെ കുറിച്ച് പഴയ നിയമ ഭാഗത്തിൽ നിന്ന് പൗലോസ് എടുത്തുകൊണ്ട് വന്ന് അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്, നമ്മുടെ യേശുവിനെ കുറിച്ചാണ്. ആ യാഗം നിമിത്തം എപ്പോഴും ഓർക്കണം, ഞാൻ സ്നേഹിക്കപ്പെട്ടതിന്റെ കാരണം ആ യാഗമാണ്. ദൂതന്മാര് വിചാരിച്ചാൽ പോലും എന്നെ എന്റെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ പറ്റാത്തതിന്റെ കാരണം ആ യാഗമാണ്. വാഴ്ചകളും അധികാരങ്ങളും ഒന്നിച്ച് ശ്രമിച്ചാലും എന്നെ ദൈവത്തിൽ നിന്ന് മാറ്റാൻ പറ്റാത്തതിന്റെ കാരണം എനിക്ക് എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയമുള്ളതിന്റെ കാരണം ആ യാഗമാണ്. പക്ഷേ അപ്പാ എന്ന് വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അവൻ എനിക്ക് പൂർണ്ണ ജയം തന്നു.